അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കുമാരനാശാൻ രചിച്ച ഗുരുസ്തവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഈ പ്രാർത്ഥന നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാന കാരണം ഒന്ന്, 2016 ഇതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത്. മറ്റൊന്ന്, പ്രാർത്ഥന എന്നാൽ എന്താണ് എന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നവരാണ്, ഒരുപാട് കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നവരാണ്. മിക്ക കീർത്തനങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ് അവരെ സ്തുതിക്കുന്നതും, നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തരണേ എന്ന് ഇടയ്ക്ക് ചെറിയ വാക്കുകൾ കയറ്റി വെച്ചതുമായ പ്രാർത്ഥനകൾ. നമ്മളെല്ലാ പ്രാർത്ഥന എടുത്ത് നോക്കിയാൽ മതി, ഇങ്ങോട്ടെന്തെങ്കിലും തരണേ എന്നായിരിക്കും അതിൻ്റെ പ്രധാനമായ സാധനം. നമുക്കെപ്പോഴും അങ്ങനെയാണ്, നമ്മളെ ഇങ്ങോട്ട് വലിക്കാനാണ് നമ്മളിരിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോ ദേവൻ എന്ന് ഗുരുവിനെ വിളിക്കുന്നു, ഗുരുദേവൻ. ചിലർ ഇതിൽ തർക്കം പറയും. ഗുരുവിനെ ദേവൻ എന്ന് വിളിച്ചെന്നാൽ അവരൊരു ചാർട്ട് എടുക്കും, എന്നിട്ട് പറയും ദേവനും ഒരുപാട് മുകളിലാണ് ഗുരു, അപ്പോ ഗുരുവിനെ ദേവൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് പറയും. ഇപ്പൊ വർക്കല നാരായണ ഗുരുവിൽ ചെന്നാൽ ശ്രീനാരായണ ഗുരു എന്ന് പോലും പറയില്ല. അവരെന്താ പറയുന്നേ? നാരായണ ഗുരു, ഇത്രേ പറയൂ. അപ്പൊ നമ്മൾ സാധാരണക്കാരെന്ത് ചെയ്യുന്നു? ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയും. ഇപ്പൊ ബുദ്ധിജീവികൾ എന്ന് പറയും അത് പാടില്ല, അങ്ങനെ പറയുന്നതിന് ഒരുപാട് ന്യായീകരണങ്ങൾ ഇവർ പറയും. പക്ഷേ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇത്തരം ന്യായീകരണങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പോ നമ്മുടെ അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അവർക്ക് നമ്മളൊരു പേരിട്ടിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അവർക്കൊരു പേരുണ്ടാവും. നമ്മൾ ഈ പേരാണോ വിളിക്കുന്നത്? നമ്മുടെ അടുപ്പത്തിനനുസരിച്ച് ഒരു ചെല്ലപ്പേരുണ്ടാവും അല്ലേ. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ആ പേരിലൂടെ പരിചയപ്പെടുന്നത്. ഇപ്പോ മോളെ മുത്തേ എന്ന് വിളിക്കുന്ന അച്ഛൻ ഡയാന ലോറൻസ് എന്നായിരിക്കും വീട്ടിൽ സ്കൂളിൽ ഇട്ടിരിക്കുന്ന പേര്. അപ്പോ മോൾ ഓടി വരുമ്പം എന്റെ മുത്തേ എന്ന് അച്ഛൻ വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ പറയും ഏത് മുത്ത്? മുത്തല്ല, അത് ഡയാന ലോറൻസ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഗുരുവിനെ നമ്മൾ ശ്രീനാരായണ ഗുരുദേവ, എന്റെ ഗുരുദേവ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വിളിക്കരുത്, ഗുരു എന്നേ വിളിക്കാവൂ എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ അടുപ്പം അത് സ്പെസിഫൈ ചെയ്യുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടൊരു തെറ്റുമില്ല. ഇനി ഇതിന് അർത്ഥമില്ലാതെ ഉണ്ടോ? അർത്ഥമില്ലാതെ ഇല്ല. കാരണം ദേവൻ, അസുരൻ ഇത് രണ്ടും മനുഷ്യരിലുള്ള ഗുണങ്ങളാണ് അല്ലേ. എന്താണ് ദേവന്മാരുടെ ഗുണം? എന്താണ്? ദേവന്മാർ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവരാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ ദേവന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ? ചോദിക്കുന്നത് തരും. അപ്പൊ ദേവന്റെ പ്രധാന സ്വഭാവം എന്താണ്? കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലേ. ഇഷ്ടമുള്ളത് ചോദിക്കുന്നവർക്ക് ഇഷ്ടത്തോടെ കൊടുക്കുന്നവനാണ് ദേവൻ എന്ന് പറയുന്നത്. അപ്പൊ അസുരൻ ആരായിരിക്കും? എല്ലാവരിൽ നിന്നും എനിക്ക് വേണം, എനിക്ക് മാത്രം വേണം എന്ന് പറഞ്ഞ് പിടിച്ചിരുന്നിരിക്കുക. അപ്പൊ നമ്മളിപ്പോ കണ്ണടച്ചിരുന്ന് ഒന്ന് നോക്കുക, ഞാൻ ആരാണ്? നമ്മൾ ഈ സെഷൻ തുടങ്ങിയിരിക്കുന്നത് തന്നെ അവനവനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എനിക്ക് വേണം എന്ന് വിചാരിക്കുന്ന ആളാണോ, അതോ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ആളാണോ എന്ന് നോക്കുക. ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു? ചോദിക്കുന്നത് കൊടുക്കുന്നയാളായിരുന്നു അല്ലേ. ഇപ്പൊ ഗുരുവാണ്, അറിവിന്റെ മൂർത്തിയാണ്. അറിവ് ചോദിച്ചാൽ മാത്രം ഞാൻ പറഞ്ഞുതരാം.
ഗുരു, എനിക്ക് വർഷങ്ങളായിട്ടൊരു വയറുവേന സഹിക്കാൻ വയ്യ, നീ നിന്റെ വീട്ടിൽ പൊക്കോളൂ, നിനക്ക് വേദാന്തം അറിയണോ, നിനക്ക് ഉപനിഷത്ത് അറിയണോ, വേദം അറിയണോ, അത് ഞാൻ പറഞ്ഞു തരാമെന്നല്ലോ ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ എന്ത് ചെയ്യുന്നു? ചെറിയ പഴമോ പച്ചിലയോ ഒക്കെ കൊടുത്തിട്ട് വലിയ മാരക രോഗങ്ങൾ മാറ്റുമായിരുന്നു. ഈ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അന്നുള്ളവരാരും ഗുരുവിനെ പിന്നെ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. വെറുതെ എല്ലാവരുടെയും മുന്നിൽ ആ ഒറ്റ പ്രതിഷ്ഠ കൊണ്ട് ഗുരു ദൈവമായി. നമ്മളിതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തർക്കത്തിൽ പെട്ടുപോകുന്നത്. കാരണം ഈ പ്രതിഷ്ഠ നടത്തിയത് അറിയാവോ? 1888 ശിവരാത്രി ദിവസം കുറ്റാകുറ്റി ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയം. നിങ്ങൾ അരുവിപ്പുറത്ത് പോയാൽ അറിയാം, ഈ അരുവിപ്പുറത്തെ നെയ്യാർ എന്ന് പറയുന്നത് ബഹളം ഉണ്ടാക്കി ഒഴുകുന്നൊരു നദിയാണ്. ദൂരെ നിന്ന് നമ്മൾ ചെല്ലുമ്പോഴേ ഈ നദി ഒഴുകുന്നതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഒരുപാട് പാറക്കെട്ടുകളിൽ ഇങ്ങനെ വന്ന് അടിച്ച് കലപില പിള്ളേര് സ്കൂൾ വിട്ട് വരുന്നതാണ് നമുക്ക് തോന്നും. ഈ നദിയുടെ പാച്ചിൽ കണ്ടേ, 4 മണിക്ക് പിള്ളേർ വരുന്നത് അറിയാലോ. ഇതുപോലെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഈ നദി ഒഴുകി വരുന്നത്. ഇതിലെ ഏറ്റവും ആഴമേറിയ ഒരു ഭാഗമാണ് ഈ ശങ്കരൻകുഴി എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ ശങ്കരൻകുഴിയുടെ പ്രത്യേകത, അവിടെ ചുഴിയുണ്ട്, ഉൾച്ചുഴിയുണ്ട്. പെട്ടുപോയാൽ എന്ത് ചെയ്തു? കറങ്ങി അങ്ങ് പോകും. ഇതിന്റെ അടിയില് 2-3 ആൾ താഴ്ചയില് ചെളി കിടപ്പുണ്ട്. ഈ എക്കലുമെല്ലാം ഇങ്ങനെ മലയിൽ നിന്ന് വന്ന് അടിയുന്നത് ഈ ശങ്കരൻകുഴിയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ആദ്യ പ്രതിഷ്ഠയ്ക്കുള്ള ശിവലിംഗം എടുക്കുന്നത് ഈ ചെളിക്കുള്ളിൽ ചെന്നിട്ടാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ട് ഈ ചെളിക്കുള്ളിൽ എവിടെയോ പുതഞ്ഞു കിടക്കുകയായിരുന്നു ഈ ശിവലിംഗം. അതവിടെ കിടപ്പുണ്ടെന്ന് എങ്ങനെ അറിയാമായിരുന്നു? അതെങ്ങനെ അവിടെ വന്നു? ഇതെങ്ങനെ മനസ്സിലായി ഗുരുദേവൻ ഇവിടെ ഇങ്ങനെ ഒരു ശിവലിംഗം കിടപ്പുണ്ടെന്ന്? നിങ്ങൾ ഭാരതത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളും പോയി ദർശിച്ചിട്ട് നിർമാല്യം തൊഴാൻ പോണം. കാരണം എന്താ? നിർമാല്യത്തിനാണ് ഇതെല്ലാം മാറ്റിയിട്ട് പൂർണ്ണമായ ശിവലിംഗം ഇരിക്കുന്നത് കാണുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ അരുവിപ്പുറത്തെ ശിവനെ വന്നൊന്ന് നോക്കുക. ഇത്രയും ലക്ഷണമൊത്ത ഒരു ശിവലിംഗം വേറെ ഇന്ത്യയിലെ ഒരു മഹാക്ഷേത്രത്തിലും ഇല്ല. വളരെ ഓപ്പൺ ആയിട്ട് അരുവിപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ശാന്തിക്കാരനോട് പറയുകയും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇത് കാണിച്ചു തരും. ഒരു ശിലയുടെ പുറത്തു നിന്ന് ഒരു ശില കിളിർത്തു വന്നതുപോലെ ഇരിക്കുന്നേ. ഇത് ഒരു ശിലയുടെ പുറത്തേക്ക് ഒരു ശില എടുത്ത് വെച്ചതാണെന്ന് ആർക്കും കണ്ടാ തോന്നില്ല. കാരണം എന്താ? തമ്മിൽ അത്രയും ഉരുകി ചേർന്ന് പോയി. ഇതിനകത്ത് പ്രതിഷ്ഠയെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അഷ്ടബന്ധം എന്ന് പറയുന്ന ഒരു കൂട്ട്, അത് ഇടിച്ച് പരുവപ്പെടുത്തി, ഒരു പ്രത്യേക മാത്രയിൽ ഇടിച്ച് പരുവപ്പെടുത്തിയിട്ട് അതൊരു ഗമ്മാണ്, മനസ്സിലായോ? ആ പശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രതിഷ്ഠ എടുത്ത് വെക്കുന്നത്. അത് വെക്കേണ്ട കൃത്യം മുഹൂർത്തത്തിൽ വെച്ചില്ലെങ്കിൽ ഈ പശ ഉറച്ചു പിടിക്കത്തില്ല. അങ്ങനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങള്, മഹാക്ഷേത്രങ്ങളെല്ലാം അങ്ങനെ പ്രതിഷ്ഠിച്ചതാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നവീകരണ കലശം നടത്തും. എന്താ പ്രശ്നം? ഈ അഷ്ടബന്ധം ഇളകും. പിന്നെ ഈ അഭിഷേക ദ്രവ്യങ്ങളൊക്കെ ചെന്നിട്ട് അവിടെ പുഴു ഇരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ശാന്തിക്കാരൻ പുറത്തു വന്നിട്ട് പറയുന്നത്, നവീകരണ കലശം നടത്താൻ സമയമായിട്ടുണ്ട്, ജ്യോത്സ്യരെ ഇങ്ങോട്ട് വിളിച്ചോളാൻ പറയുന്നത്. ഈ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 129ാമത്തെ വർഷമാണ് ഈ വരുന്ന ശിവരാത്രി. 129. ഇനി 1000 വർഷം കഴിഞ്ഞാലും ഇവിടെ ഒരു നവീകരണ കലശം വേണ്ടി വരില്ല. കാരണം അഷ്ടബന്ധം ഇട്ടിട്ടല്ല ഗുരു ഇത് ഉറപ്പിച്ചത്. പിന്നെയോ തപശക്തി കൊണ്ടാണ് ഉറപ്പിച്ചത്. ഗിന്നസ് റെക്കോർഡ് നോക്കിയാലും 2 മണിക്കൂർ ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടില്ല. ഗുരു 2 മണിക്കൂറാണ് ഈ കുത്തി ഒഴുകുന്ന നെയ്യാറില് ഈ ചെളിക്കകത്ത് മുങ്ങിപ്പോയത്. തിരികെ വരില്ല, മനുഷ്യനാണെങ്കിൽ തിരികെ വരില്ല. അപ്പൊ കാത്തു നിന്നവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. സ്വാമി രാത്രി വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു, മുങ്ങുന്നതും കണ്ടു. ഇപ്പോൾ പൊങ്ങി വരും, ഇവിടെ വല്ല പൂജയും നടത്താൻ വേണ്ടി കുളിക്കാൻ പോയതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, സ്വാമിയെ കാണുന്നില്ല. അപ്പൊ ശിവരാത്രി ഉറക്കളയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയായി. കാട്ടുപ്രദേശമാണത്. കുറെ കഴിഞ്ഞിട്ട് സ്വാമിയെ കാണുന്നില്ല. അപ്പൊ എല്ലാവർക്കും പേടിയായി, അടുപ്പമുള്ളവർക്ക് കരച്ചിലായി. അപ്പൊ എല്ലാരും കൂടി എന്ത് ചെയ്തു?
ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. രാത്രി 2 മണിയോട് അടുപ്പിച്ചാണ് ഗുരു പൊങ്ങി വരുന്നത്. പൊങ്ങി വരുമ്പോഴത്തേക്ക് മാറത്ത് ഈ ശിവലിംഗം ഇരിപ്പുണ്ട്. ചെളിക്കകത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇതെടുത്തുകൊണ്ട് വന്ന് അവിടെ കുരുത്തോല കെട്ടിയിട്ട് ഒരു സ്ഥലം ഒരുക്കിയിട്ടിട്ടുണ്ട്. ക്ഷേത്രം ഒന്നും നിർമ്മിച്ചിട്ടില്ല. ഒരു കല്ലിന് മൊത്തം പാറത്തടമാണ്. അവിടെ ഒരു കല്ലിന് ചെറിയൊരു കുഴിവുണ്ട്. അപ്പൊ അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ പോയി ഈ ശിവലിംഗവുമായിട്ട് കുറച്ചു നേരം കണ്ണടച്ചു നിന്നു. ഗുരുവിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീര് വന്ന് ഈ ശിവലിംഗത്തിൽ വീണു എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. ഈ ഗുരു കരയുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. കാരണം ജനിച്ചപ്പോൾ പോലും ശ്രീനാരായണ ഗുരു കരഞ്ഞിട്ടില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് കുഞ്ഞ് ജനിച്ചു എന്ന് അറിയുന്നത്, അല്ലേ? പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ചിങ്ങമാസത്തിലെ ചതയത്തിന്റെ ദിവസം രാവിലെ 6:15 15 മിനിറ്റ് നേരത്തേക്ക് ഒരനക്കവും ഇല്ല. വയറ്റാട്ടിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ മിഡ് വൈഫ് വീട്ടിൽ വന്നിട്ടാണ് പ്രസവം എടുക്കുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരാകെ വരണ്ടിരിക്കുക. കാരണം കുഞ്ഞ് ജനിച്ചിട്ട് ചിരിക്കുന്നുമില്ല, കരയുന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ആദ്യം ജീവനുണ്ടോ എന്ന് സംശയിച്ചു. ചെന്ന് നോക്കിയപ്പോ ജീവനുണ്ട്, ഒരു കുഴപ്പമില്ല, വളരെ ശാന്തനായിട്ട് ഇങ്ങ് കിടക്കുക. അപ്പൊ വന്നിട്ട് മാടനാശാൻ, ഗുരുവിന്റെ അച്ഛൻ, മാടനാശനോട് പറഞ്ഞു, കുഞ്ഞു ജനിച്ചു പക്ഷെ ഒരു അനക്കവും ഇല്ല. മാടനാശനോട് വന്നപ്പോ അനക്കമൊക്കെ ഉണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ അത്ഭുതമാണ് പെട്ടെന്ന് ചെമ്പഴന്തിയിൽ പറയുന്നത്. കുട്ടിയമ്മയുടെ മകൻ കരയുന്നില്ല, ജനിച്ചിട്ട് കരയുന്നില്ല. ഈ കുട്ടി പിന്നെ കരഞ്ഞിട്ടേയില്ല. അങ്ങനെയുള്ള ആള് തപസ് കഴിഞ്ഞ് സത്യസാക്ഷാത്കാരം നേടിയിട്ട് എല്ലാവരുടെയും ഗുരുവായിട്ടിരിക്കുന്ന സമയത്ത് ശിവലിംഗം എടുത്തു വെച്ച് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ എന്തിന്റെ ആയിരിക്കും? അതെന്തിന്റെ ആയിരിക്കും? അതൊരു നിർവൃതിയുടെ കരച്ചിലാണല്ലേ. കാരണം എന്താ? ലോകം മാറി ചിന്തിക്കാൻ പോവുകയാണ്. ഇത് വെറും ഒരു പ്രതിഷ്ഠ വെപ്പല്ല, ഒരു ക്ഷേത്ര പ്രതിഷ്ഠയല്ല. ലോകം മാറി ചിന്തിക്കാൻ പോവാണ്. എന്താ മാറി ചിന്തിക്കുന്നത്? അതുവരെയുള്ള വ്യവസ്ഥാപിതമായ മതത്തിന്റെ ആളായിട്ടാണ് ദൈവം ഇരിക്കുന്നത്, അല്ലെ? ഹിന്ദുക്കളുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, ഇസ്ലാമിന്റെ ദൈവം, പാഴ്സിയുടെ ദൈവം, സിഖ് മതക്കാരന്റെ ദൈവം, ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ ദൈവത്തിന്റെ ആരാധനാ രീതിയും അവസ്ഥയും. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ദൈവം ഒരു മതത്തിന്റെ കയ്യിലുമില്ല. ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ ചെല്ലണം, ഇസ്ലാമിന്റെ മസ്ജിദിൽ ചെല്ലണം, ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം? ഹിന്ദുവായ പോരാ, ഹിന്ദുവില് ബ്രാഹ്മണനാവണം, അല്ലേ? എങ്കിലേ അകത്ത് ചെന്ന് നേരിട്ട് കാണാൻ സാധിക്കും. ഹിന്ദുവിൽ തന്നെ നായർ ആയാൽ കുറച്ചു ദൂരെ മാറി നിന്ന് ഒളിച്ചു നിന്ന് നോക്കാം, നേരെ ചെല്ലാൻ പറ്റില്ല. ഹിന്ദുവില് ഈ 4 ഇതിലും പെടാതെ, 4 ആശ്രമങ്ങളിലും പെടാതെ പഞ്ചമന്മാരെന്നും പറഞ്ഞ് ഇവർ തള്ളിയിരിക്കുന്നവർക്ക് ക്ഷേത്ര മതിലിനപ്പുറത്ത് നിന്നിട്ട് ഈ ശ്രീകോവിലിനകത്ത് വെച്ചിരിക്കുന്ന വിളക്ക് കണ്ടെങ്കിലായി, കണ്ടില്ലെങ്കിലായി, അങ്ങനെയുള്ള അവസ്ഥയിലാണ് ദൈവ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എല്ലാവർക്കും കാണാവുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. കാരണം ഇതിന് ശ്രീകോവിലും ഇല്ല, മേൽക്കൂരയില്ല, ഒന്നുമില്ല. മനസ്സിലായോ? ആർക്കും കാണാം, പട്ടിക്കും കാണാം, പൂച്ചയ്ക്കും കാണാം. അതാ ഏറ്റവും രസം. നമുക്ക് മാത്രമല്ല, കിളികൾക്ക് കാണാം, നക്ഷത്രങ്ങൾക്ക് കാണാം, കുഞ്ഞു ഒച്ചുകൾക്ക് കാണാം, ആർക്കും. കാരണം ദൈവം മനുഷ്യൻ്റെത് മാത്രമല്ല, ആണോ? ദൈവം സർവചരാചരങ്ങളുടേതുമാണ്. അങ്ങനെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുക. ഈ കരഞ്ഞ് കണ്ണീര് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ശിവലിംഗം ഈ സ്പേസിലേക്ക് അങ്ങ് വെച്ച് കുറച്ചു നേരം അതിൽ പിടിച്ചോണ്ട് വന്നു. ഇത് രണ്ടും കൂടി അങ്ങ് ഉരുകി ചേർന്നിട്ട് എവിടെയാണ് തമ്മിൽ ചേർത്തത് എന്നറിയാൻ വയ്യാണ്ടായിപ്പോയി. ഈ അത്ഭുതം, ഈ പ്രതിഭാസം, ഇത് പറഞ്ഞറിഞ്ഞാണ് അരുവിപ്പുറത്തേക്ക് ആളുകളുടെ പ്രവാഹം തുടങ്ങിയത്. പ്രതിഷ്ഠ നടത്തിയെന്ന് മാത്രമല്ല, ബ്രാഹ്മണൻ അല്ലാത്തയാൾ ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ചു എന്നുള്ളത് മാത്രമല്ല അവിടെ സംഭവമായത്. അവിടെ സംഭവമായത് എന്താണ്? ഈ അത്ഭുതം, 2 ശിലകളെ തമ്മിൽ ഉരുക്കി ചേർക്കുന്ന അത്ഭുതം. ഇത് സയൻസ് പ്രകാരം വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ താപം,
അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം, അല്ലേ? രണ്ട് കല്ല് തമ്മിൽ ഉരുകി ചേരണം എന്നുണ്ടെങ്കിൽ എന്തോരം താപം വേണ്ടി വരും? അത്രയും താപം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നാണ് സയൻസിന് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ പ്രതിഭാസങ്ങൾക്കും അപ്പുറം കണ്ട ഈ അത്ഭുതം ഇതങ്ങ് പരന്നപ്പോഴാണ് ശരിക്കും എന്തുകൊണ്ട് അന്ന് ബ്രാഹ്മണനല്ലാത്ത ഒരാൾ പ്രതിഷ്ഠ നടത്തിയാൽ എതിർപ്പ് വന്നില്ല എന്ന് ചോദിച്ചെന്നാൽ, ആർക്കും എതിർക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചെന്നാൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്. കേൾക്കുന്നവർ അത്ഭുതപ്പെടുകയാണ്. അപ്പോ പ്രതിഷ്ഠിച്ചയാൾ ആരല്ല? എന്തായാലും മനുഷ്യനല്ല, എന്തായാലും നിസ്സാരക്കാരനുമല്ല. നിസ്സാരക്കാരനല്ലാത്ത ആളോട് ബ്രാഹ്മണര് പണ്ടേ വഴക്കിന് പോവില്ല. അതറിയാമോ? നമ്മള് അത് നോക്കാത്തവരാ. നമ്മൾ ആരോടും വഴക്കിന് പോകും. ആരാന്നൊന്നും നോക്കത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ചീത്ത വാക്കൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ അറിവുള്ളവർക്കൊരു കുഴപ്പമുണ്ട്. അവരുടെ ഒരു ധാർഷ്ട്യം കൊണ്ട്, പാണ്ഡിത്യത്തിന്റെ ഗർവ് കൊണ്ട് ചിലപ്പോൾ അവർ അംഗീകരിച്ചില്ല എന്ന് വരും. പക്ഷേ ആള് അങ്ങനെയുള്ള ആളല്ല എന്ന് അറിഞ്ഞെന്ന് അവരെന്ത് ചെയ്യും? പെട്ടെന്ന് ബഹുമാനിക്കും. അപ്പൊ അന്ന് തിരുവിതാംകൂറിലെ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളുടെയും താന്ത്രിക അവകാശം നമ്മുടെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കായിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആഴ്വാഞ്ചേരി മന, ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവിന്റെ ആചാര്യസ്ഥാനമാണ്. രാജാവ് രാജകാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോട് ചോദിച്ചിട്ടാ. പോയി ചോദിക്കും. അവിടെ പോയി രാജാവ് ചോദിക്കും, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ആളായിട്ട് നിൽക്കുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോട് ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ചോദിച്ചു. 1909 ഒരു വസ്തു എഴുതി കൊടുത്ത വ്യവഹാരം സംബന്ധിച്ച് തർക്കം വന്നപ്പോഴത്തേക്ക് ഗുരുവിന് എഴുതി കൊടുത്ത വസ്തു തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ കേസ് കൊടുത്തു. ഗുരു ഈ വസ്തുവിലേക്ക് നോക്കിയിട്ട് പോലുമില്ല കിട്ടിയിട്ട്. ഭഗവാൻ അത് അപ്പോഴേ അങ്ങ് അവഗണിച്ചു. കുമാരനാശാനാണ് ചെലവിനുള്ള വക കിട്ടുമെന്നും പറഞ്ഞ് അതിന്റെ പിന്നാലെ നടന്നത്. ഇത് കേസായി മേൽക്കോടതിയിൽ വന്നപ്പോൾ മേൽക്കോടതി പറഞ്ഞു, ഇത് ആർക്കാണോ എഴുതി കൊടുത്തിരിക്കുന്നത് ആ സ്വാമി കോടതിയിൽ വന്ന് ബോധിപ്പിച്ചാൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ കുമാരനാശൻ ചെന്നിട്ട് പറഞ്ഞു, സ്വാമി കോടതി ചെന്നാൽ നമുക്ക് ആ വസ്തു കിട്ടും. അപ്പൊ സ്വാമി ചോദിച്ചു, നാം പോയില്ലെങ്കിലോ? വസ്തു പോകും, അത്രേ ഉള്ളൂ. സ്വാമി പോയില്ല. സ്വാമിക്ക് ഈ വ്യവഹാരങ്ങളിൽ ബന്ധമില്ല. സ്വാമി നാം വ്യവഹാരം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സത്യദർശിയാണ്. നമ്മുടെ കോടതിയിലൊന്നും സ്വാമിക്ക് വിശ്വാസമില്ല. അപ്പോ സ്വാമി പോയില്ല, ഈ വസ്തു പോയി. അപ്പോഴത്തേക്ക് കുമാരനാശാൻ പ്രശ്നം ഉണ്ടാക്കി. ഇത് മഹാരാജാവ് പറഞ്ഞു. മഹാരാജാവ് അറിഞ്ഞിട്ട് മഹാരാജാവ് നേരെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പോയി കണ്ടിട്ട് ചോദിച്ചു, ശ്രീനാരായണ ഗുരുവെ കോടതിയിൽ വിളിക്കുന്നത് ശരിയാണോ? വിളിക്കാമോ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറഞ്ഞു, ഗുരു നിയമ്യൻ അല്ല, നിയാമകൻ ആണ്. അതുകൊണ്ട് ഗുരുവിനെ കോടതിയിൽ വിളിക്കാൻ പാടില്ല. ജഡ്ജിമാർക്ക്, ന്യായാധിപന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗുരു എവിടെ എഴുന്നള്ളിയിരിക്കുന്നോ അവിടെ പോയി സംശയം തീർക്കേണ്ടതാണ്. നോക്കിക്കേ, സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത്, അവർണരെ സവർണരെ അടക്കി ഭരിച്ചിരുന്ന കാലത്ത് അവർണർക്കിടയിൽ നിന്ന് ജനിച്ച ഒരാളെ കുറിച്ചിട്ടാണ് സവർണരുടെ മേധാവി പറയുന്നത് നിസാരക്കാരനല്ല, നിയമ്യൻ അല്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാവോ? നിയമം അനുസരിക്കേണ്ടവൻ. മനസ്സിലായോ? നിയമ്യൻ, നിയമം അനുസരിക്കേണ്ടവൻ അല്ല, നിയാമകനാണ്, നിയമം ഉണ്ടാക്കുന്നവനാണ്. ദൈവമല്ലേ നിയമം ഉണ്ടാക്കുന്നത്? ഭൂമിയുടെ നിയമം ആരുടെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. നിയാമകനാണ് ഗുരു. അതുകൊണ്ട് നമ്മുടെ വ്യവഹാരങ്ങളിൽ പെടുത്താൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞതാണ്. മനസ്സിലായോ? അന്ന് തൊട്ട് എല്ലാവരും ഗുരുവിനെ ദൈവസ്ഥാനത്താണ് കാണുന്നത്. നടക്കുന്ന അത്ഭുതമെന്നും മനുഷ്യരൂപത്തിലുള്ള ദൈവമെന്നും സഞ്ചരിക്കുന്ന മഹത്വമെന്നും ഒക്കെയാണ് ഗുരുവിനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ചിലരൊക്കെ വീട്ടിലൊരു തൈത്തെങ്ങ് വെച്ചിട്ട് പറയും, ഇത് വളർന്ന് ഇതില് മൊട്ടിട്ട് ആദ്യത്തെ കരിക്ക് ഞാൻ ഗുരുവിന് കൊടുക്കും എന്നങ്ങ് നേരും. എന്നിട്ട് തൈ വെച്ച് വെള്ളം ഒഴിച്ച് തൈ വളർന്ന് കരിക്കിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇത് മറന്നു. നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാം അങ്ങനെയാ. കാര്യം ഇപ്പൊ എന്താ, വഴി കിടന്ന്
10 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ 5 രൂപ ക്ഷേത്രത്തിൽ അയ്യപ്പന് നേർച്ചയിടും, ബാക്കി 5 രൂപ ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പോകും. വഴിയിൽ 5 രൂപ കിടക്കുന്നു. എന്തോ ചെയ്യും? 10 കിട്ടിയാൽ 5 കൊടുക്കാമെന്നാ പറഞ്ഞേ, പക്ഷെ 5 കിട്ടിയുള്ളൂ. അപ്പൊ ഒരു ബുദ്ധിമാൻ പറഞ്ഞു, ആഹാ, എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് 5 രൂപ എടുത്തിട്ട് ബാക്കി 5 രൂപ ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് 5 എടുത്തിട്ട് 5 ഇട്ടിരിക്കുകയാണ്. ഞാൻ 10 ചോദിച്ചത്. പക്ഷേ ശരിക്കും ഇയാൾ വിശ്വാസിയാണെങ്കിൽ എന്താ വേണ്ടത്? ഇതിന്റെ പകുതിയാ കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരാൾക്കാരാ പണ്ടും നമ്മള്. അപ്പൊ ഈ കരിക്ക് പാകമായി വരുമ്പോ ഇത് മറന്നുപോകും. പക്ഷെ കരിക്ക് പാകമായി വരുന്ന ദിവസം അവരുടെ വീട്ടുമുറ്റത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരിക്കും. ഇത് ആൾക്കാർക്ക് വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ചേർത്തലയ്ക്കടുത്ത പാണാവള്ളിയിൽ ഒരു ക്ഷേത്രമുണ്ട്, ഗുരു പ്രതിഷ്ഠിച്ചതാണ്. അവിടെ ഒരു കൃഷ്ണൻ വൈദ്യരുണ്ട്, ഗുരു ചെന്ന് താമസിക്കുന്ന വീടാ. അപ്പൊ ഈ കൃഷ്ണൻ വൈദ്യർക്ക് അദ്ദേഹത്തിന്റെ തായ് വഴിയായിട്ട് കുറച്ച് തുരുത്ത് കിട്ടി, കായലിന്റെ നടുക്ക്. അപ്പൊ ഇവിടെ തൈ വെച്ചപ്പോഴത്തേക്ക് കൃഷ്ണൻ വൈദ്യർ പറഞ്ഞു, ഇത് എനിക്ക് പൈതൃകമായി മാതാവിൽ നിന്ന് കിട്ടിയതാണ്, ഇവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ കരിക്ക് ഞാൻ ഗുരുവിന് കൊടുത്തേക്കുന്നു. ഈ പറഞ്ഞതുപോലെ തെങ്ങെല്ലാം കൊലിച്ചു, കരിക്കായി. ഇദ്ദേഹം ഇത് മറന്നുപോയി. അന്നേ ദിവസം രാവിലെ ഈ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഗുരു ഇവരുടെ വീട്ടിൽ ചെന്നു. ഇദ്ദേഹം ഇത് ഓർക്കുന്നില്ല. ഗുരുദേവൻ രാത്രി വരെ ഇരുന്നു, ഒരനക്കം ഇല്ല, നേർന്നിരിക്കുകയാണ്. ഗുരു അറിഞ്ഞിട്ടില്ല, ഇത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഒന്നുണ്ടേ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. എവിടെയോ ഇരിക്കുന്ന ഗുരു അത് കേൾക്കുക. എന്നിട്ട് രാത്രി 8 മണിയായപ്പോ ഗുരു പറഞ്ഞു, കൃഷ്ണ ഒരു കാര്യം ചെയ്യേ, ആ കൊച്ചുവെള്ളം ഇറക്ക എന്ന് പറഞ്ഞു. കൊച്ചുവെള്ളം ഇറക്കി. ഗുരു ഒരു സ്ഥലത്തിരുന്നു, കൃഷ്ണൻ വൈദ്യർ ഇപ്പുറത്തിരുന്ന് അങ്ങോട്ട് തുഴഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ കായലിൽ കൂടി വർത്താനൊക്കെ പറഞ്ഞ് തുഴഞ്ഞു കഴിയുമ്പോ ഈ തുരുത്തിലേക്ക് ഇങ്ങ് അടുപ്പിച്ചേക്കാൻ പറഞ്ഞു. അത് നമ്മുടെ തുരുത്താണല്ലോ. അതെ, നമ്മുടെ തുരുത്താണ്. പണിക്കാരൻ ഉറങ്ങി കാണുമോ? ഇല്ല, വിളിച്ചാം. എങ്കിൽ വിളിച്ചിട്ട് ആ ചൊട്ടയിലെ കരിക്കിങ് ഇട്ടോളൂ. അപ്പോഴാണ് കൃഷ്ണൻ വൈദ്യർ ഓർക്കുന്നത്, അയ്യോ, ഇവിടെ തെങ്ങ് വെച്ചപ്പോ ആദ്യത്തെ കരിക്ക് ഗുരുവിന് കൊടുക്കാന്ന് പറഞ്ഞതാ. അത് സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതാ. ആള് നേരിട്ട് വന്ന് വാങ്ങിക്കുക. ഇത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന് സാധിക്കുന്ന കാര്യമാണ്? രാജാറാം മോഹൻ റോയ് ഇങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? സ്വാമി വിവേകാനന്ദൻ ചെയ്തതായിട്ട് അറിയാവോ? നമ്മുടെ ഇന്ത്യൻ ലെജൻഡ് ആണല്ലോ സ്വാമി വിവേകാനന്ദൻ. പിന്നെ നമ്മൾ ഏറ്റവും മഹത്തരമായിട്ട് കാണുന്ന വ്യക്തി നമ്മുടെ ഗാന്ധിജിയാണ്. അങ്ങനെ ചെയ്തതായിട്ട് അറിയാമോ? അറിഞ്ഞുകൂടാ. ഈ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇരണിയൽ എന്ന് പറയുന്ന ഒരു ദേശമുണ്ട് തമിഴ്നാട്ടിൽ. നിങ്ങൾ നാഗർകോവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കടന്നാണ് നമ്മൾ പോകുന്നത്. ഈ ഇരണിയൽ ദേശത്തൊരു തങ്കച്ചി ഉണ്ടായിരുന്നു. ഇവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി പോയിട്ട് ഇവര് പലയിടങ്ങളിലൊന്നും ചികിത്സിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കാഴ്ചശക്തി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ തമിഴന്മാരാണ്, ഇവർക്ക് ഭയങ്കര വിശ്വാസികളാണ്. ഇവരോട് ആരോ പറഞ്ഞു, ഇങ്ങനെ അരുവിപ്പുറത്ത് നാരായണ ഗുരു എന്ന് പറഞ്ഞൊരു സ്വാമിയുണ്ട്, അവിടെ പോയി പറഞ്ഞു തന്നാ ആരുടെ അസുഖം മാറും. ഇവര് നേരെ കെട്ടും കെട്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗുരു അവിടെ ഇല്ല. ഗുരുവിന് സഞ്ചാരമാണ്, ഒരു സ്ഥലത്ത് ഇരിപ്പുറയ്ക്കത്തില്ല. എന്താ, അവിടെ ഒരു സങ്കേതം കെട്ടും, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട്. കാരണം ഗുരുവിന് ഇത് സ്പ്രെഡ് ചെയ്യണം, ഈ ആശയം എല്ലായിടത്തും എത്തിക്കണം, എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പൊ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ സ്ത്രീ വന്ന സമയത്ത് ഗുരു അവിടെ ഇല്ല, അരുവിപ്പുറത്തില്ല. പക്ഷെ ഇവര് വന്നിട്ട് അവിടെ ക്ഷേത്രം കണ്ടതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, അവിടെ ഭജനം ഇരുന്നു. എല്ലാ ദിവസവും ഇവരവിടെ പ്രാർത്ഥിക്കാനും ഭജനം ഇരിക്കാനുമായിട്ട് തുടങ്ങി. ഗുരു ദിവസങ്ങളായിട്ടും വരുന്നില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് 11 മണിയായപ്പോ ഇവരിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവർ പെട്ടെന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ കുമാരനാശാൻ, ശിവലിംഗദാസ സ്വാമി ഇവരൊക്കെ ഓടിച്ചു വന്നു. എന്താണ്? എനിക്ക് കാഴ്ച കിട്ടി. അവർ ഭയങ്കര ആഹ്ലാദം കാണിക്കുക. എങ്ങനെ സംഭവിച്ചു എന്ന് ഇവർ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുമാരനാശാനൊക്കെ നല്ല യുക്തിവാദികൾ കൂടിയായിരുന്നു, അവർ ചുമ്മാ അതൊന്നും കണ്ടെന്നാലൊന്നും വിശ്വസിക്കത്തില്ല. അപ്പൊ എങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു മുമ്പ് ഒരു സ്വാമി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ കണ്ണ് പിടിച്ചങ്ങ് വലിച്ചു, കാഴ്ച കിട്ടി. ഞാൻ ആ സ്വാമിയെയാണ് ആദ്യമായിട്ട് കണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്വാമി എനിക്കണ്ട അറിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഈ പഴയ ഫീൽഡ് ക്യാമറയിൽ എടുത്ത ഒരു ഫോട്ടോ, ഗുരുദേവനും ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന പടം എടുത്തിട്ട് കൊണ്ടുവന്ന് ഈ സ്ത്രീയെ കാണിച്ചു. ഇതിൽ ആരാണ് നിങ്ങൾ പറയുന്ന സ്വാമി? അതോ ഉണ്ടോ ഇല്ലയോ?
ഇവർ നേരെ ശ്രീനാരായണ ഗുരുവിനെ തൊട്ട് കാണിച്ചു. ഇതാണ് ശ്രീകോവിൽ നിന്ന് വന്ന് എൻ്റെ കണ്ണ് വലിച്ചു തുറന്ന സ്വാമി എന്ന് പറഞ്ഞു. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം സ്വാമി അവിടെ ഇല്ല. സ്വാമി പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അരുവിപ്പുറത്ത് വരുന്നത്. ഇങ്ങനെ നമുക്ക് പിന്നെയും പറയാൻ പറ്റുമോ? ഇത്രയും അത്ഭുതം നമ്മൾ ആരാ കാണിച്ചു? നമ്മളിപ്പോ ഒരുപാട് പേരെ വത്തിക്കാനിൽ നിന്ന് വിശുദ്ധരായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിട്ട് വിടുന്നുണ്ട്. കറങ്ങി നടന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടുപിടിച്ചെന്നാൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് അത് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോ ഇതിനെ പറ്റിയിട്ട് എന്ത് പറയും? ഇപ്പൊ ഒരു ഭാഗത്ത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് മറുഭാഗത്ത് തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. പറയാൻ പറ്റുമോ ശേഷ് സാറേ? പറ്റില്ല. ആരാ കുഴപ്പക്കാര്? നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ കുഴപ്പം. എന്നിട്ട് നമ്മൾ ഗുരുവിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് നടക്കുകയും ചെയ്യും. നമുക്ക് എന്താണ് വർഷത്തിൽ 2 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ കിട്ടുക? ഒരു ഘോഷയാത്രയോ ഒരു നെറ്റിപ്പൊട്ടമൊക്കെ കെട്ടി ഒരു എഴുന്നള്ളത്തൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവുക, ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുക. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് ഒന്ന് മറച്ചു വെക്കാനും ശ്രമിക്കും. ചിലര് വീട്ടിലൊന്നും വെക്കത്തില്ല ഫോട്ടോ, ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ വെക്കത്തില്ല. കാരണം എന്താ, ഇവിടെ മറ്റ് മതസ്ഥരൊക്കെ വരുന്ന അവരുടെ മുന്നിൽ നാണക്കേടാണെന്ന് പറയും. ഏത് മതസ്ഥൻ വന്നാലും അഭിമാനത്തോടു കൂടി കാണിക്കാൻ മലയാളിക്ക് ഒറ്റ മുഖമേ ഉള്ളൂ. അതാരാണ്? അത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, കൂലിപ്പണിക്കാരനായിരിക്കുമ്പോഴത്തേക്ക് കേരള കൗമുദിയും വരുത്തും, ഗുരുദേവന്റെ പടവും വീട്ടിൽ വെക്കും. കുറച്ച് പൈസയൊക്കെ ഈ മക്കളൊക്കെ രക്ഷപ്പെട്ട് ജോലിയൊക്കെ വാങ്ങി ചെയ്യുമ്പോഴത്തേക്ക് കേരള കൗമുദിയും വീട്ടിൽ നിന്ന് മാറ്റും, ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോയും മാറ്റും. എന്നിട്ട് എന്ത് വയ്ക്കും? മനോരമ കൊണ്ടുവന്നിടും. എന്നിട്ട് ഗുരുവായൂരപ്പന്റെ പടവും കൂടി കൊണ്ടുവന്ന് വയ്ക്കും. അപ്പൊ ഗുരുവായൂരപ്പൻ സ്റ്റാൻഡേർഡ് ദൈവമാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ദൈവമാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ പോയി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വലിയ കൂടിയ സംഭവമാണ്. ഈ ജനവിഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി പേര് ആ കുളത്തിന്റെ കരയെ കിടന്ന് അടികൊണ്ടിട്ടുണ്ട്. എന്തിനാ? അങ്ങോട്ടേക്ക് ചെന്നെന്നും പറഞ്ഞു. അനന്തഷേണായി എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനുണ്ട്. ഈ അനന്തഷേണായി ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായി ഡബിൾ MA എടുത്ത ആളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിട്ട് ആനന്ദ തീർത്ഥർ എന്ന് പേരുവിട്ട് ഈ സംസ്ഥാനത്ത് മുഴുവനും നടന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിനു ശേഷവും ദളിതരുമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെല്ലുകയും ബാർബർ ഷോപ്പിൽ പോവുകയും പൊതു ചന്തയിലേക്ക് ചെല്ലുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഒരുപാട് അടികൊണ്ടിട്ടുണ്ട്. വഴി കിടന്ന് അടികൊണ്ടിട്ടുണ്ട് ദളിതരുമായിട്ട് ക്ഷേത്രത്തിൽ കടന്നു ചെന്നതിന്. എന്നാൽ ഇദ്ദേഹം ബ്രാഹ്മണനാണ്. ഇദ്ദേഹത്തിന്റെ ചേട്ടന് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലിയുണ്ട്. അപ്പൊ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇദ്ദേഹം ഊണൂലൊക്കെ നേരത്തെ പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. ചേട്ടനെ കാണാനായിട്ട് ഈ അനന്തഷേണായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു. രുദ്ര തീർത്ഥമുണ്ടല്ലോ, ഇതിലിറങ്ങി ഒന്ന് കുളിച്ചേക്കാന്ന് വിചാരിച്ചു. കുളിച്ചപ്പോഴത്തേക്ക് പൂണൂല് കണ്ടില്ല. ഒരാൾ ഒന്ന് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണല്ലോ, മനുഷ്യനാണെന്ന് പറഞ്ഞു. നീ ബ്രാഹ്മണനാണോ നായരാണോ ആരാണ്? മനുഷ്യനാണെന്ന് പറഞ്ഞു. കിട്ടി നല്ല അടി മുതുകിന്. എല്ലാരും കൂടി എടുത്തിട്ട് വരും പറയാം. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, അവിടെ ഏതോ ഒരു ചെറുപ്പക്കാരൻ കണ്ടെന്ന് അടി വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ചേട്ടനോട് ആരാന്നറിയാൻ വേണ്ടി നോക്കിയപ്പോ സ്വന്തം അനുജനം തവളയെ പോലെ കിടന്ന് അടികൊള്ളുക. അപ്പൊ പറയൂ അവൻ ബ്രാഹ്മണനാണ്. അപ്പൊ ഇങ്ങനെ പറയാം, അല്ല ഞാൻ മനുഷ്യനാണ്. മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഇന്നും അടി കിട്ടും. അത് പുറമേ അല്ല, അകമേ അടി കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും എന്താണ് അറിയേണ്ടത്? ജാതി ഏതാണെന്നാണ് അറിയേണ്ടത്. ജാതി ഇല്ല എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവനെ പോലും ജാതി ചട്ടക്കൂടിന്റെ അകത്താക്കി ഫിനിഷ് ചെയ്യുകയാണ്. ലോകം മുഴുവൻ ഇങ്ങനെയാ സംഭവിക്കുന്നത്. ഏത് വിപത്തിനെതിരെ പ്രതികരിച്ചവനെയാണോ അവനെ ആ വിപത്ത് കൊണ്ട് ലോകം മൂടിക്കളയും. ഭഗവാൻ പറഞ്ഞു, നമ്മെ ആരെങ്കിലും ഒരു അവതാരമായി കാണുന്നുണ്ടെങ്കിൽ അത് ജാതിരാക്ഷസനെ ഇല്ലായ്മ ചെയ്യാൻ വന്ന അവതാരമായി കാണണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ ഗാന്ധിജി പോലും തീയരുടെ ആത്മീയ ഗുരു എന്നാ വിശേഷിപ്പിച്ചു. നമുക്ക് ഗാന്ധിജിയാണല്ലോ ഏറ്റവും വലുത്. ഗാന്ധിജി പോലും തീയരുടെ, ഈഴവരുടെ ആത്മീയ നേതാവെന്നാ വിശേഷിപ്പിച്ചത്. അതെന്താ? ഇന്ത്യയിൽ ജനിച്ച ഈ ജാതിവാല് പറിച്ചറിയാനായിട്ട് പറ്റില്ല. ഒരു 70കളിലും 80കളിലും ആരും പേരിന്റെ കൂടെ ജാതിവാല് വെക്കാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. സമ്മതിക്കോ? ആ കാലത്തൊന്നും ഇറങ്ങിയവരാരുമില്ല. സുരേഷ്, രമേശ്, അല്ലേ, സതീഷ് കുമാർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് ജാതിവാല് വെച്ച് കാണാം. ഇപ്പൊ ഫേസ്ബുക്കിലേക്ക് വന്നാൽ മതി. സർട്ടിഫിക്കറ്റിൽ ഇല്ലാത്ത ഒരു വാല് അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ട് ജാതി വെച്ചിട്ട് ഫ്രണ്ട്സിനെ ആകർഷിക്കുകയാണ്.
പുതിയ തലമുറ, വിദ്യാഭ്യാസം നേടിയവര്, എന്നിട്ട് നമ്മൾ ഒരു വശത്ത് ജാതിയില്ലാ വിളംബരം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജാതിയിലെ വിളംബരത്തിന്റെ നോട്ടീസ് നോക്കിയാൽ അറിയാം. കഴിഞ്ഞിടയ്ക്ക് ഒരു മിമിക്രിക്കാരത് പരിഹസിച്ച് കാണിച്ചു. ജാതിയിലെ വിളംബരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന മേനോൻ, ആശംസാ പ്രസംഗം നടത്തുന്നത് ഇന്ന നായര്, മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഇന്ന പണിക്കര്. ഇത്രയും ജാതിവാല്യം വെച്ചുകൊണ്ട് വന്നിട്ടാണ് ഗുരുവിന്റെ ജാതിയില്ലായ്മയെ കുറിച്ചിട്ട് പറയുന്നത്. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു, അത് അവരുടെ അച്ഛനിട്ട് കൊടുത്ത പേരല്ലേ, നിങ്ങൾ എന്തിനാ ഇത്ര തർക്കിക്കുന്നേ? നമ്മളെ തർക്കമൊന്നുമില്ല. അച്ഛനിട്ട് കൊടുത്ത പേരിൽ നിന്ന് ജാതിവാല് വെട്ടിയവരും ഇവിടെ ഉണ്ട്. അതിലൊരാളാണ് മന്നത്ത് പത്മനാഭൻ. ജാതിവാല് വെട്ടിക്കളഞ്ഞു. കാരണം എന്താ? അന്നത്തെ സോഷ്യൽ മൂവ്മെന്റില് വിദ്യാഭ്യാസം നേടിയ എല്ലാവരെല്ലാവരും ഇങ്ങനെ പുരോഗമനാത്മകമായി ചിന്തിച്ചത് കൊണ്ടാണ് ആധുനിക കേരളം രൂപീകരിക്കപ്പെട്ടത്. ഒരു വശത്ത് ക്ഷേത്ര റോഡിലൂടെ നടക്കാനുള്ള വൈക്കം സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആരാണെന്നറിയാവോ? നായർ വിഭാഗത്തിലെ വിദ്യാഭ്യാസം നേടിയവരാണ്. അവരാണ് എന്ത് ചെയ്തത്? അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സവർണ ജാഥ നയിച്ചത് വൈക്കത്ത് നിന്ന് എങ്ങോട്ടേക്ക്? തിരുവനന്തപുരത്തേക്ക്. ആ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ആ ജാഥ ശിവഗിരിയിൽ ചെന്നപ്പോഴത്തേക്ക് ശിവഗിരിയില് ജാഥാംഗങ്ങൾക്ക് എല്ലാവർക്കും ഊണ് കൊടുത്തു. മന്നത്ത് പത്മനാഭൻ ഓടിച്ചെന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇന്നിത് പറഞ്ഞു തന്നാൽ നമ്മളെ ഓടിച്ചിട്ടില്ല. സത്യമല്ലേ? ഇത് ചരിത്രത്തിലുള്ളതാണ്. ഈ മന്നത്ത് പത്മനാഭന്റെ കൂടെ അന്നൊരു നാരായണൻ നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ സവർണ ജാഥ നയിച്ചു, അതിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് ഇല്ലത്തുനിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു. അദ്ദേഹം നാരായണൻ നമ്പൂതിരി അങ്ങ് വെട്ടിക്കളഞ്ഞു, നാരായണനാക്കി. അദ്ദേഹത്തിന്റെ മകൻ ഇന്നും തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ EK നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ നാരായണൻ എന്ന് പറയുന്ന ആൾ. ഇങ്ങനെ ഒരുപാട് ചരിത്രവും വിശ്വാസങ്ങളും ഇഴകലർന്ന് കിടന്ന ഒരു കാലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ആധുനിക കാലത്തേക്ക് വന്നത്. പക്ഷെ നമ്മൾ ആരും ഇതിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ചരിത്രം പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് ബോറടിക്കും, അല്ലേ? കാരണം എന്താ? നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ വൃക്ഷങ്ങൾ വളരുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ ഒരു വൃക്ഷം വളരുന്നത്? വൃക്ഷം വെള്ളവും വളവും എടുക്കുന്നത് എവിടുന്നാണ്? ഭൂമിക്ക് അടിയിൽ നിന്നാണ്, അല്ലേ? ഇപ്പൊ വേര് നീട്ടുന്നത് എപ്പോഴും അങ്ങോട്ടേക്കാണ്? താഴേക്കാണ്, അടിയിലേക്കാണ്. ഇലത്തലപ്പ് നീട്ടുന്നതോ മുകളിലേക്കാണ്. ഇപ്പോ താഴേക്ക് വേര് നീട്ടുന്നത് കൊണ്ടാണ് മുകളിലേക്ക് ഇലത്തലപ്പ് നീട്ടി വളരാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? ആ വൃക്ഷത്തിന്റെ ഭൂതകാലം, അവന്റെ ചരിത്രം, അവന് നിലനിർത്തുന്ന മണ്ണ്, അവൻ നിലനിൽക്കുന്ന മൂല്യങ്ങൾ, ആ ഉറപ്പുകളിലേക്കാണ് അവൻ വേരാഴ്ത്തുന്നത്. അവിടെ അവന് പിടിമുറുകുമ്പോഴാണ് അവൻ കാറ്റത്തുലയാതെ നേരെ മുകളിലേക്ക് ശിഖരങ്ങൾ നീട്ടുന്നതും ആകാശത്തേക്ക് വളരുന്നതും സ്വന്തം മൂല്യങ്ങളിൽ വേരുറപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമുക്ക് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് പഴങ്കഥയാണ്. അതുകൊണ്ടാണ് ചെറിയ കാറ്റിലും നമ്മുടെ യുവാക്കൾ ആടി ഉലഞ്ഞ് താഴെ വീഴുന്നത്. പരീക്ഷ തോറ്റാൽ ആത്മഹത്യ, മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ, ഇഷ്ടമുള്ള പെണ്ണ് പിറ്റേ ദിവസം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ, പറ്റുമെന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിച്ചു കളയാം, എന്നാ പിന്നെ ആരും കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു ഒഴിച്ചു. എന്താ കാരണം? വേരിറങ്ങിയിട്ടില്ല. ജീവിതത്തിന്റെ മൂല്യത്തിലേക്ക് വേരിറങ്ങിയിട്ടില്ല. പുറമേ കാണുന്നിടത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേരിറങ്ങിയാലേ നിൽക്കാൻ പറ്റൂ. ഇപ്പൊ വൃക്ഷങ്ങളെ കണ്ടു പഠിക്കണം. വൃക്ഷങ്ങൾ മുകളിലേക്കാണ് വളരുന്നത്. മുകളിലേക്ക് വളരുന്നതിനനുസരിച്ച് അവൻ താഴേക്ക് വേര് വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കഥകള്, നമ്മെ രൂപപ്പെടുത്തിയ ചരിത്രം, നമ്മെ രൂപപ്പെടുത്തിയ പശ്ചാത്തലം, ഇതെല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. പുരാണം നമുക്കൊക്കെ കോമഡിയാണിപ്പോ, കോമിക്കായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ പുരാണം അറിഞ്ഞിരുന്നാലുള്ള ഗുണം എന്താണെന്നറിയാവോ? നമുക്ക് ആധുനിക കാലത്തെ കൂടി വ്യാഖ്യാനിക്കാൻ സാധിക്കും. പുരാണത്തില് മഹാഭാരതത്തില് ദുര്യോധനനുണ്ട്, സ്ത്രീകളുടെ വസ്ത്രം അഴിച്ച ദുശാസനുണ്ട്, രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ നിതാന്ത ശത്രുക്കളാക്കി മാറ്റിയ ശകുനി ഉണ്ട്. ഇവരൊക്കെ അന്ന് പാളത്താറും കൊടുത്ത് രത്നങ്ങളും പതിപ്പിച്ചാണ് നടന്നിരുന്നെങ്കിൽ ഇന്ന് ജീൻസും ടീഷർട്ടും ഇട്ടുണ്ടാ നടക്കുന്നതേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. ഇന്നുമുണ്ട് ദുശാസനന്മാരും, ഇന്നുമുണ്ട് ദുര്യോധനന്മാരും, ഇന്നുമുണ്ട് ശകുനിമാരും. അവരുടെ സ്വഭാവവും പഴയതുപോലെ തന്നെയാണ്.
വേഷവിധാനങ്ങളിലും ഭക്ഷണത്തിലും ജീവിത രീതിയിലും മാറ്റം വന്നു എന്നല്ലാതെ ഒന്നിനും മാറ്റം വന്നിട്ടില്ല. പുരാണങ്ങളെ കളിയാക്കുന്ന ഒരു തലമുറ ഗുരുവിന്റെ കാലത്ത് തൊട്ടേ വളർന്നു വന്ന അത്യാവശ്യം പഠിത്തമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാത്തിനെയും തള്ളി പറയാൻ തുടങ്ങി. മൂർക്കോത്ത് കുമാരന്റെ മകൻ മൂർക്കോത്ത് കുഞ്ഞപ്പ ഇതുപോലെ സുഹൃത്തുക്കളുമായിട്ട് സ്കൂളിൽ പഠിക്കുകയാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടത്തുകയാണ്. അപ്പൊ സയൻസ് ആണ് അവര് എടുത്തിരിക്കുന്ന സബ്ജക്ട്. അപ്പോ ഈ കുഞ്ഞപ്പ എപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയും, അച്ഛന്റെ ഗുരുവാണ്. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, എന്തിനാടാ ഈ ചുമ്മാ കാവ്യം എടുത്ത് നടക്കുന്ന ഗുരുക്കന്മാരെയൊക്കെ പറയുന്നത്, പണിയൊന്നും ഇല്ലാതെ നടക്കുന്നവരാ, പണി ചെയ്യാൻ കഴിയല. അപ്പൊ ഇങ്ങനെ കാവ്യം എടുത്തുകൊണ്ട് കറങ്ങി നടന്നു കഴിഞ്ഞാൽ വളരെ സുഖ, എവിടെ ചെന്നാലും ഭക്ഷണവും കിട്ടും, ആചാരവും കിട്ടും, ദക്ഷിണയും കിട്ടും, അങ്ങനെ നടക്കുന്നവരാണ്, ഇതിന്റെ പിറകെ പോരെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല നമ്മുടെ ഗുരു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളല്ല, വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് നിന്റെ ഗുരുവിനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ കൂടി ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് ഒക്കെ കൂടി ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ. എന്നിട്ട് പരീക്ഷണത്തിന് ഇവര് ചോദിച്ചു, ഈ പുരാണമൊക്കെ കള്ളക്കഥയല്ലേ, നുണയല്ലേ ഗുരു? ഗുരു ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഈ പുരാണത്തിൽ പറയുന്നു ഈ ഭൂമിയും ഈ ആകാശഗോളങ്ങളെയൊക്കെ അനന്തൻ എന്ന് പറയുന്ന സർപ്പം തലയിൽ ഇങ്ങനെ താങ്ങി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഫൂളിഷ്നെസ് അല്ലേ ഇത്? ഒരു സർപ്പത്തിന്റെ തലയിൽ ആണോ ഈ ഗോളങ്ങളൊക്കെ ഇരിക്കുന്നത്? ഗുരു ചോദിച്ചു, നിങ്ങളുടെ സയൻസ് എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? അത് ആകർഷണ ശക്തി കൊണ്ടാണ് ഗോളങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതെന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ ഗുരു പെട്ടെന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അനന്തമായ ഒരു ശക്തിയാണെന്ന് കണക്കാക്കിയാൽ പോരെ? അനന്തൻ, അനന്തം, ഇൻഫിനിറ്റ്, മനസ്സിലായോ? അനന്തമായ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഈ ഗോളങ്ങളെ തമ്മിൽ അടുപ്പിച്ചു നിർത്തുന്നത് എന്ന് സയൻസ് പറയുന്നതും, അനന്തന്റെ തലയിലാണ് ആകാശഗോളങ്ങൾ ഇരിക്കുന്നതെന്ന് പുരാണം പറയുന്നതും തമ്മിലുള്ള ലിങ്ക്, ഇതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രത്യേകത. ഗുരു ഒന്നിനെയും കണ്ണുമടച്ച് തള്ളിക്കളയുക, അതിലുള്ള നന്മയുടെ അംശത്തെ എടുത്ത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു വിഗ്രഹ വിശ്വാസികളായ ലക്ഷോപലക്ഷം ജനങ്ങളെ നിങ്ങൾ ആരും ഇനി വിഗ്രഹം പൂജിക്കണ്ട എന്നല്ല പറഞ്ഞത്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജ അതെങ്ങനെയാണ്? മൃഗങ്ങളുടെ ചോര ഒഴിച്ചുകൊണ്ടാണ്. അത് ചാത്തനെയും മാടനെയും മറുതയെയുമാണ്. ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഫ്രഷ് സാധനം വെച്ചു കൊടുത്തു. ഇപ്പൊ പിള്ളേര് അഴുക്കെടുത്ത് കളിച്ചോണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അഴുക്ക് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നല്ലൊരു പന്ത് കൈ കൊടുക്കുന്നത് പോലെ നമ്മൾ മാടനെയും ചാത്തനെയും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഗുരു എന്ത് ചെയ്തു? നല്ല സുന്ദരനായ പെർഫെക്റ്റ് ആയ ശുദ്ധമായ ശിവനെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് പൂജിച്ചുള്ളൂ. കാരണം ശിവൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? വിവേകം. ശിവൻ എന്ന് പറയുന്നത് എന്താണ്? വിവേകമാണ്. എന്താണ് വിവേകം എന്ന് പറയുന്നത്? വിവേകം എന്ന് പറയുന്നത് അറിവല്ല, തിരിച്ചറിവാണ്. സത്യമേത്, അസത്യമേത്, ശരിയേത്, തെറ്റേത്, ഇങ്ങനെ വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ നമുക്ക് എന്തുണ്ട്? വിവേകമുണ്ട് എന്ന് പറയാം. അവൻ വിവേകിയാണ്, അവന് ശരിയും തെറ്റും അറിയാം, അതുകൊണ്ട് അവന് തെറ്റ് പറ്റില്ല. ഇതാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ വിവേകത്തിന്റെ മൂർത്തിയാണ് ആര്? ശിവൻ എന്ന് പറയുന്നത്. നമ്മൾ പാലാഴി മഥനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ശിവനെ കുറിച്ച് അല്ലേ? എന്താണ് പാലാഴി മഥനം? മന്ധര പർവ്വതം പാലാഴിയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു പാമ്പിന്റെ പേരെന്താ? വാസുകി അല്ലേ? വാസുകിനെ എടുത്തിട്ട് കയറാക്കിയിട്ട് മന്ധര പർവ്വതം ഉപയോഗിച്ചിട്ട് ഈ പാലാഴി കടഞ്ഞു. ഒരു വശത്ത് അസുരന്മാര് പിടിച്ചു, ഒരു വശത്ത് ദേവന്മാര് പിടിച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വലിച്ചു വലിച്ച് എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ആദ്യം ഉയർന്നു വന്നത് എന്താണ്? അറിഞ്ഞൂടെ കഥകളെ? എന്റെ അമ്മേ, ഞാൻ സ്ലൈറ്റ് പെൻസിൽ കൊടുക്കേണ്ടി വരുമോ? കാളകൂടം കേട്ടിട്ടുണ്ടോ? ഹൈലി പോയിസണസ് കാളകൂടം. അത് എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് വന്നാൽ പരന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് ലോകനാശം വരും. അപ്പൊ ശിവൻ എന്ത് ചെയ്തു? ഈ കാളകൂടം അങ്ങനെ പരന്ന് ലോകനാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വിഴുങ്ങി.
അപ്പൊ പാർവതി എന്താ ചെയ്തേ? അല്ലേലും കഴുത്തിന് പിടിക്കുന്ന പരിപാടിയാണല്ലോ ഉള്ളത്. ഭർത്താവിന്റെ കഴുത്തിന് പിടിക്കലാണല്ലോ, ശബ്ദിക്കരുത്, എനിക്ക് വേണ്ടത് മാത്രം പറയുക. ആ കഴുത്തിന് പിടുത്തം ഇപ്പോഴും ഉണ്ട്. കഴുത്തിന് പിടിച്ചപ്പോ ഇത് കണ്ഠത്തിലായിപ്പോയി. ഇത്തരം കഥ കേട്ടാൽ നമുക്ക് ഫൂളിഷ്നെസ് ആണെന്നേ തോന്നുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് വിവേചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു മെസ്സേജ് കിടപ്പുണ്ട്. എന്തെന്നറിയാവോ? നമ്മുടെ മനസ്സിലെ സംഘർഷമാണ് ഈ കടച്ചിൽ എന്ന് പറയുന്നത്. നമ്മളൊരു സംഭവം കേട്ടു, പെട്ടെന്ന് കേട്ടു, നമ്മുടെ മനസ്സ് പെട്ടെന്ന് സംഘർഷഭരിതമായി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അങ്ങോട്ട് പോണോ, ഇങ്ങോട്ട് പോണോ, ഇങ്ങനെ നമ്മൾ ഒരു കാര്യം കേട്ടാൽ രണ്ടായിട്ട് ചിന്തിക്കും. നമ്മുടെ മനസ്സ് തന്നെ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് അങ്ങോട്ടും വലിക്കും, ഇങ്ങോട്ടും വലിക്കും. ഇൻഡോറിൽ ഇപ്പൊ ഇവിടെ ക്ലാസ് വെച്ചിരിക്കുന്നു, രാവിലെ എഴുന്നേറ്റു, അങ്ങോട്ട് പോണോ, ഇങ്ങോട്ട് പോകണം. അമ്മാവന്റെ മോടെ കല്യാണത്തിന് പോകണോ, സജീവ് കൃഷ്ണന്റെ ക്ലാസ്സിന് പോകണം. അപ്പൊ എന്ത് ചെയ്തു? മനസ്സ് രണ്ട് വശത്ത് കിടന്ന് വലിക്കുന്നു. അമ്മാവന്റെ മോടെ കല്യാണം എന്ന് പറഞ്ഞ് ഒരു വശത്ത് വലിക്കുന്നു, സജീവ് കൃഷ്ണന്റെ ക്ലാസ് അത് വലുതായിട്ടൊന്നും വലിക്കത്തില്ല, എന്നാൽ പോലും വലിക്കുന്നു. കുറച്ചുപേര് വലിച്ചതുകൊണ്ടാണല്ലോ ഇവിടെ ഒന്ന് വലിഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവം ഉണ്ടായാലും നമ്മുടെ മനസ്സ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. ഇതാണ് ഈ മന്ദര പർവ്വതത്തിന്റെ കറക്കം. വാസുകി എന്ന് പറയുന്ന സർപ്പം ആരാണ്? സർപ്പം, പാമ്പ് എന്ന് പറയുന്ന എന്തിന്റെ പ്രതീകമാണെന്നറിയാവോ? ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. ആഗ്രഹം എങ്ങോട്ട് വേണമെങ്കിലും എഴഞ്ഞു കയറും, അല്ലേ? ആഗ്രഹത്തിന് സഞ്ചരിക്കാൻ പാതയൊന്നും വേണ്ട. അത് എങ്ങോട്ട് വേണമെങ്കിലും എഴഞ്ഞു കയറുന്ന പോലെ, പാമ്പ് എഴഞ്ഞു കയറുന്ന പോലെ എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹം അങ്ങ് എത്തിക്കളയും. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് അമേരിക്കയിൽ എത്തിക്കളയും. അതെന്താ? എന്റെ ആഗ്രഹം പാമ്പ് എഴിയുന്ന പോലെ അങ്ങ് പൊക്കണം. അപ്പോ ആ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്. അത് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളിൽ സംഘർഷം ഉണ്ടാക്കുന്നത്. ആഗ്രഹമാണ് നമ്മിൽ സംഘർഷം ഉണ്ടാക്കി നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നത്. ഒരു വശത്ത് അസുരൻ, ഒരു വശത്ത് ദേവൻ. എന്താ പറയുന്നേ? വിട്ടു കൊടുത്തേക്കടാ, പോട്ടെ, സാരില്ല. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. വേണ്ട, കൊടുത്തേക്ക്. വേണ്ട, കൊടുക്കാൻ പറയുന്നവൻ ദേവൻ, വേണ്ടാന്ന് പറയുന്നവൻ അസുരൻ. മനസ്സ് സംഘർഷഭരിതമാണ്. ഉയർന്നു വരുന്നത് കാളകൂടം. എത്ര സംഘർഷമുണ്ടായാലും ആദ്യം നമുക്ക് വരുന്നത് എന്താണ്? കോപം, അല്ലേ? പെട്ടെന്ന് നമുക്ക് ദേഷ്യ വരുന്നേ. ഈ ദേഷ്യത്തിനാണ് നമ്മൾ ഒരാളെ തല്ലുന്നത്. തല്ലുമ്പോൾ നമ്മൾ ഈ ദേഷ്യം അവനിലേക്ക് അങ്ങ് എക്സ്പ്രസ് ചെയ്തു കൊണ്ടവൻ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ തിരിച്ചടിക്കുന്നു, ഇല്ലെങ്കിൽ അപ്പോൾ പോയിട്ട് ആളെയും കൂട്ടി വരുന്നു, എന്നിട്ട് ഒന്നിച്ചു കൈകാര്യം ചെയ്യുന്നു. അപ്പോഴത്തേക്ക് പിന്നെ എന്തായി? ഇപ്പുറത്തെ ഭാഗത്ത് ആള് കൂടുന്നു. പിന്നെ അത് ഒന്നെങ്കിൽ ജാതിയാകും, ഇല്ലെങ്കിൽ മതമാകും. ഇപ്പൊ ഇത് രണ്ടുമല്ല, രാഷ്ട്രീയമാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ കണ്ണൂരൊക്കെ ആദർശം പറഞ്ഞിട്ടാണ് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നത്. അല്ല, ഇത് വേലിത്തർക്കമായിരിക്കും, കുളിച്ചെടുത്ത് തുളിഞ്ഞു നോട്ടമായിരിക്കും, ഒന്നും അറിയാൻ പറ്റത്തില്ല. രണ്ടുപേര് തമ്മിൽ സംഘർഷമായി എന്നേ അറിയാൻ പറ്റത്തില്ല. സംഘർഷം ആയി കഴിയുമ്പോഴത്തേക്കാണ് അവൻ RSS, ഇവൻ BJP. ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യുന്നു? ഈ നാട്ടിലങ്ങ് സംഘർഷം വ്യാപകമാകും. രാവിലെ കച്ചത്തോർത്ത് കൊടുത്ത് പണിക്ക് പോയവൻ വൈകുന്നേരം കപ്പയും മീനും ഒക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇവനിതൊന്നും അറിഞ്ഞിട്ടില്ല. പോയിട്ട് അവന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല, അവൻ അറിഞ്ഞിട്ടില്ല. അവൻ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് രാവിലെ ഏതെങ്കിലും ഒരുത്തൻ വെട്ടിയതിന്റെ പകരം ഇവനിട്ട് കിട്ടുന്നത്. ഒരു നാട് മുഴുവനും എന്തായി? സംഘർഷമായി, ചോരയായി. രണ്ടു പേര് തമ്മിലുള്ള വഴക്കാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം. അതിനും പിന്നിലുള്ള കാര്യം എന്താ? ഒരുത്തന്റെ ഉള്ളിൽ സംഘർഷം വന്നപ്പോ അവന്റെ ഉള്ളിൽ നിന്ന് കോപം പുറത്തേക്ക് വന്നു. ആ കോപത്തിന് കണ്ണു കാണില്ല. കണ്ണു കാണാതെ അതുണ്ടാക്കിയ പ്രശ്നം വ്യാപിച്ചു. ഇതാണ് കാളകൂടം. ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇത് അങ്ങ് പരന്നോണ്ടിരിക്കും. ഇങ്ങനെയാണ് ലോകമഹായുദ്ധങ്ങൾ പോലും ഉണ്ടായത്. സർവനാശകരമായ കാളകൂടം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ കോപമാണ്. ഈ കോപത്തെ എടുത്ത് ഭക്ഷിക്കാൻ കഴിയുന്നവനാണ് ശിവൻ. അപ്പൊ ശിവൻ ആരാണ്? വീണ്ടും വിചാരം ഉള്ളവനാണെന്ന് അർത്ഥം, അല്ലേ? വീണ്ടും വിചാരം ഉള്ളവർക്ക് കോപം വന്നാൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? അവര് തന്നെ അങ്ങ് തണുക്കും, അല്ലേ? വരട്ടെ, നോക്കാം, നമുക്ക് ചെയ്യാം, പൂട്ടേണ്ടടുത്ത് പൂട്ടാം, ചാടിപ്പോയ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവര് കുലുങ്ങാതെ അങ്ങനെ ഇരിക്കും. അപ്പൊ വീട്ടില് പെണ്ണുങ്ങൾ പറയും, ഇവിടെ ഇടിഞ്ഞു വീണാലും ഈ മനുഷ്യൻ അനങ്ങത്തില്ല, എന്നെ ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോയാലും ഇങ്ങനെ അനങ്ങത്തില്ല. പക്ഷെ അങ്ങേർക്കറിയാം ഇതിനൊന്നും പൊക്കിക്കൊണ്ട് പോകത്തില്ല എന്നും. കൊണ്ടുപോയ 5 മിനിറ്റിന് ശേഷം
ഫ്ലൈറ്റും പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് പറയും. ഈ വിവേകമാണ് ആ മനുഷ്യൻ അനങ്ങാതിരിക്കുന്നതിന്റെ കാരണം. പിണ്ടു വിചാരമുള്ളവരെ എടുത്തു ചാടില്ല. അവര് കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് തെറ്റിനെയും ശരിയെയും മനനം ചെയ്ത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ആക്ഷന് പോയാൽ മറുഭാഗത്ത് എന്തൊക്കെ ചലനം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് അവരൊരു പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്തുള്ള എല്ലായിടവും പൂട്ടിയിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, പണി കൊടുക്കത്തുള്ളൂ. ഇത് വിവേകം എന്ന സ്വഭാവമാണ്. അപ്പോ കോപത്തെ വിഴുങ്ങുന്നവൻ ആരാണോ അവൻ വിവേകിയാണ്. അപ്പോ ശിവൻ ആരാണ്? വിവേകമാണ്. ഇനി ശിവന്റെ കണ്ഠത്തിലാണ് ഈ വിഷം പോയിരിക്കുന്നത്, താഴേക്ക് ഇറങ്ങിയില്ല എന്നാ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും കണ്ഠത്തിൽ ഈ വിഷം ഇരിപ്പുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്കിലൂടെ ഇപ്പൊ മുച്ചൂടും ചീത്ത വിളിച്ചിട്ട് നിങ്ങളുടെ മുഴുവനും അടി വാങ്ങിക്കാൻ പറ്റും. എന്താ? എന്റെ കണ്ഠത്തിൽ വിഷം ഇരിപ്പുണ്ട്. എന്താ അത്? എന്റെ വാക്കാണ്. വാക്കല്ലേ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നേ. വാക്കേറ്റമുണ്ടായി. വാക്കേറ്റത്തെ തുടർന്ന് വെട്ട് നടക്കുകയായിരുന്നു, കത്തിക്കുത്ത് നടക്കുകയായിരുന്നു. ആദ്യം എന്താ ഉണ്ടായത്? വാക്കേറ്റമാണ് ഉണ്ടായത്. അപ്പൊ തൊണ്ടയിൽ ഇരിപ്പുണ്ട്, എല്ലാവരുടെയും തൊണ്ടയിൽ ഇരിപ്പുണ്ട് എന്ത്? വിഷം. അത് വമിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് ആ ഗുരു പറഞ്ഞെന്താ? വാക്ശുദ്ധി പ്രധാനമാണ്. വാക്ശുദ്ധി നമുക്ക് നല്ല ജീവിതം തരും. നമ്മുടെ വീട്ടിലായാലും വഴക്കുണ്ടാക്കുന്നവനെ എല്ലാവർക്കും പേടിയാ. അവൻ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ വീട്ടിലെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടേക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്ത് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ആരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അടിയും കൊണ്ടുകൊണ്ട് വീട്ടിൽ തിരിച്ചു വരുന്നത്. നമ്മളെല്ലാവരും നിന്ന് അങ്ങനെ വീട്ടിലെ സർവ്വവാശി എന്ത് ചെയ്യുന്നു? ഒരു സംഘടന തുടങ്ങിയ സംഘടനയ്ക്കകത്തും പോയി കാണിക്കും. അപ്പൊ എല്ലാവരും കൂടി എടുത്ത് പൊതിച്ച് വീട്ടിലേക്ക് മുഴുവൻ തേങ്ങയായിട്ട് പുറത്തു വിട്ടു. അപ്പൊ വീട്ടിൽ പോയി നിന്നിട്ട് പറയും, അവൾ ശരിയല്ല, ഇവൾ ശരിയല്ല. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവളിങ്ങ് പറഞ്ഞു. അപ്പൊ അമ്മ പറയും, നീ ഇതൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് പുറത്തു പോയി കാണിക്കുന്ന ഇങ്ങനെ അടി കിട്ടും. എന്താ? നമ്മെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്ന അവസ്ഥയല്ല. പക്ഷെ നമ്മൾ നല്ല വാക്ക് പറഞ്ഞാലോ, നല്ല വാക്ക് ഞാൻ പറയത്തുള്ളൂ എന്ന് തീരുമാനിച്ചാലോ പ്രശ്നം ഉണ്ടാവുമോ? നമ്മുടെ സംഘടനയൊക്കെ നല്ലതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല വാക്ക് പറയാൻ തയ്യാറായാൽ ഒരു സംഘടനയ്ക്കകത്തും ഗ്രൂപ്പും ഉണ്ടാവത്തില്ല, ഒരു സംഘടനയ്ക്കകത്തും വഴക്കുണ്ടാവത്തില്ല. ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സീനിയേഴ്സ് ഉണ്ടാകും കേട്ടോ. അപ്പൊ നമ്മളെ അപ്പം നിലവിലുള്ള ഭരണസമിതിക്കാരായിരിക്കും വിളിച്ചോണ്ട് പോകുന്നത്. അപ്പൊ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സാറിങ് വന്നേ എന്നും പറഞ്ഞു നമ്മളെ വിളിച്ചോണ്ട് പോകും. ആരെ? ഈ മാറി നിൽക്കും. ഞങ്ങളതെല്ലാം ഉണ്ടാക്കി, മനസ്സിലായി. ഇപ്പോൾ എന്നൊക്കെ വന്നിട്ട് ഭരണത്തിലൊക്കെ കയറി ഇരിക്കുകയാണ്. അപ്പൊ നമ്മളെന്നും വേണ്ട ഇങ്ങനെ പറയും. അപ്പോൾ അതിനും പറഞ്ഞ് പിണങ്ങി നിൽക്കുക. എന്നിട്ട് ഇവർ ചെയ്യുന്ന മുഴുവൻ കുറ്റം. രണ്ട് തരത്തിലുള്ള കുറ്റമാണ് സംഘടനയെ സംഭവിക്കുന്നത്. ഒന്ന്, പുതിയതായിട്ട് കയറിയവർ പറയും മുൻ ഭരണസമിതി ഇവിടെ ഒന്നും ചെയ്തില്ലായിരുന്നു, ഞങ്ങളാണിപ്പോ ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ പാൽപ്പായസം വെച്ചോണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക, അതിപ്പോ വരും എന്നും പറഞ്ഞു നിർത്തും. നേരത്തെ ഉള്ളവർ പറയും പണ്ടാണ് ഇവിടെ പാൽപ്പായസം ഉണ്ടായിരുന്നത്, ഇപ്പൊ കഞ്ഞിവെള്ളത്തിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇത് രണ്ട് എല്ലാ സംഘടനകളിലും ഉണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നമ്മൾ സംഘടിക്കുമ്പോൾ കുമാരനാശാന്റെ അനുഭവം പറഞ്ഞ പോലെ ഗുരു തൃപ്പാദങ്ങൾ അനുവദിക്കുമെങ്കിലേ എനിക്ക് തൃപ്പാദങ്ങളെ സേവിക്കാൻ സാധിക്കും. ഗുരു അനുവദിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുന്നത്. ഗുരു അനുവദിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഗുരു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല. നമുക്ക് ഗുരു ഒരു അവസരം തരികയാണ്. എന്ത്? ഗുരുവിന്റെ പേരിലുള്ള പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ, ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കാൻ. ഞാൻ പറഞ്ഞു ഇന്നലെ ഒരുപാട് പേര് ഇവിടെ ഉറക്കം നിന്നു പറഞ്ഞു. ഈ ഉറക്കം നിന്നതിന്റെ നേട്ടം ആർക്കാണ്? അവരുടെ ലൈഫിലുണ്ടത്. അവര് നിസ്വാർത്ഥമായിട്ട് ഗുരുവിന് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ലൈഫില് അതിനുള്ള വെളിച്ചം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒറ്റ ഇടത്തേക്ക് സങ്കല്പിച്ച് ചെയ്തെന്നാൽ ഒരു സംഘടനയിലും വഴക്കുണ്ടാവില്ല. ഗുരു 10 വർഷം എന്നെ ഒരു സ്ഥാനത്തിരുത്തി, ഞാൻ എന്നെ കൊണ്ട് അന്ന് കഴിയാവുന്ന പോലെ ചെയ്തു. അത് ഭഗവാൻ അനുവദിച്ചതുകൊണ്ടും അനുഗ്രഹിച്ചതുകൊണ്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പൊ ഭഗവാൻ വേറെ ആൾക്കാരെ കൊണ്ടുവന്നു, അവരും ചെയ്യട്ടെ, നമുക്ക് നോക്കാലോ. ഇങ്ങനെയുള്ള ഒരാളാണ് ഈ മുൻ ഭരണസമിതി അംഗമെങ്കിൽ അയാൾ പുറത്തു നിന്ന് നമ്മളെ വിളിച്ചു പോയി വർത്തമാനം പറയേണ്ടി വരുന്നില്ല. അയാൾ അകത്ത് തന്നെ കാണും. കാരണം എന്താ? ഇവര് അയാളോട് ചോദിക്കും, സാറേ ഇങ്ങനെ ചെയ്തോട്ടെ. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കണം. നമ്മൾ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നിൽക്കുക കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ആരും ഒന്നും ചോദിക്കത്തില്ല, ഒരു ഉപദേശം ചോദിക്കത്തില്ല. ഒരാളെ കണ്ടിട്ട് അയാളുടെ നല്ല ഗുണം അയാളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ആളോട് മാത്രമേ അവർ കുറവും എന്ന് പറയത്തുള്ളൂ.
ആ വിശ്വാസം നമുക്ക് ആർജിക്കാനായിട്ട് സാധിച്ചെന്നാൽ ഏത് ഭരണസമിതിയിലെന്നല്ല, സമൂഹത്തിൽ എവിടെയും നമുക്കൊരു സ്ഥാനം ഉണ്ടാവും. ഈ സ്ഥാനമാണ് ദൈവികമായ സ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ വിശാലമായ മനസ്സുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു സ്ഥാനവും ഭൂമിയിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുമാരനാശാൻ ഈ ഒരു സ്ഥാനത്ത് ഗുരുവിനെ പൂർണ്ണതയിൽ കണ്ടിട്ടാണ് പറയുന്നത്, ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്കവിടുന്ന് നാരായണമൂർത്തി, ഗുരുനാരായണമൂർത്തി. എന്തുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുന്നു? പലരും പറയും ഗുരുവിനെ പൂജിക്കേണ്ട കാര്യമില്ല എന്ന് പറയും അല്ലേ. ചിലർ ചോദിക്കും ഗുരുവിനെ എന്തിനാ പൂജിക്കുന്നത്, ഗുരു പറഞ്ഞിട്ടുണ്ടോ, ഗുരു പറയണോ, അങ്ങനെ പറഞ്ഞാൽ അത് ഗുരുവാകുമോ? നമ്മെ ആരാധിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഗുരുവും ആകത്തില്ല, ദൈവവും ആകത്തില്ല. കാരണം എന്താ, അഹം നിൽക്കുന്നു അയാളില്. ഗുരു എന്താണ്? ഗുരുവിന് അഹമില്ല. ശങ്കരൻ പരദേശി എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഇയാൾ ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഇയാളെ പാമ്പ് കടിച്ചു, മൂർഖം പാമ്പ് കടിച്ചു. വൈകുന്നേരം പാമ്പ് കടിച്ചപ്പോ ഇയാള് വിചാരിച്ചു എന്നെ ഗുരു രക്ഷിക്കും, ഗുരു ഉണ്ടല്ലോ, ഗുരു രക്ഷിക്കും എന്ന് വിചാരിച്ചു ഇയാള് ഈ പാമ്പ് കടിയേറ്റ കാലുമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഗുരു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഗുരുവിന്റെ ഉറക്കം കളഞ്ഞിട്ട് എന്നെ പാമ്പ് കടിച്ചു എന്ന് പറയാൻ ശിഷ്യന് സാധിക്കുന്നില്ല. ഗുരുവിനെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. ശിഷ്യൻ എന്ത് ചെയ്തു, കാൽച്ചോട്ടിൽ അവിടെ അങ്ങിരുന്നു. അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. വിഷം കയറി. വിഷം ഗുരു എഴുന്നേക്കുന്നൊന്നും നോക്കി നിൽക്കത്തില്ലല്ലോ. വിഷം അങ്ങ് കയറി ഗുരു കിടന്നുറങ്ങാണ്. ഉണർന്നപ്പോ ശങ്കരൻ പരദേശി ചലനം മറ്റടുത്ത് കിടക്കുന്നു. ഗുരു ചെന്നിട്ട് ശങ്കരൻ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടൊന്ന് തട്ടി വിളിച്ചപ്പോ ശങ്കരൻ ഇങ്ങനെ എഴുന്നേറ്റു. അപ്പോ എഴുന്നേറ്റിട്ട് കാല് കാണിക്കുക. അപ്പൊ പാമ്പ് കടിച്ചു. അപ്പൊ ആള് മരിക്കേണ്ട സമയം കഴിഞ്ഞു, ആള് മരിച്ചു. ഒറ്റ തട്ടിന് എഴുന്നേൽപ്പിക്കുക. എന്തു പറ്റി? കാല് കാണിച്ചു. എന്തേ നമ്മെ വിളിക്കാഞ്ഞത്? അവിടുത്തെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. എപ്പോഴെങ്കിലും ഉണരുമ്പോ അടിയനെ രക്ഷിക്കുമല്ലോ, ആ വിശ്വാസത്തിൽ ഇവിടെ വന്നിരുന്നു. ഗുരു കുറച്ചു നേരം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വിശ്വാസം രക്ഷിച്ചു, വിശ്വാസം രക്ഷിച്ചു. നമ്മെ വിശ്വസിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്. അവിടെ പോലും ഗുരുവിന് അഹമില്ല, ഞാൻ എന്ന ഭാവമില്ല. ഗുരു പറഞ്ഞു ഇത്രയേ ഉള്ളൂ, വിശ്വാസം രക്ഷിച്ചു. എന്താണ്? ഗുരു ഉള്ളത് കൊണ്ട് ഗുരു ഉണർന്നു വരുമ്പോ എന്നെ രക്ഷിച്ചോളുമെന്ന് ഇയാള് അന്ന് വിശ്വസിച്ചു. അപ്പൊ വന്നു കിടക്കുമ്പോ ഗുരു ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് ഓടേണ്ടതാണ്. സാധാരണ മനുഷ്യ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ രക്ഷയില്ല, ഗുരു ഉറങ്ങുകയാണ്, നേരെ ആശുപത്രിയിലേക്ക് പോയേക്കാം എന്ന് വിചാരിക്കേണ്ടതാണ്. പക്ഷേ ഈ വിശ്വാസി എന്ത് ചെയ്തു? ഗുരു എഴുന്നേറ്റ് വരുമ്പോ എന്നെ രക്ഷിച്ചോളൂ എന്നുള്ള ആ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. അതാ ഞാൻ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളോട് പറഞ്ഞു, ഒരു ദൈവത്തിന്റെ ഇടയ്ക്ക് പോയിട്ട് കാര്യം നടന്നില്ലെങ്കിൽ അടുത്ത ദൈവത്തിന്റെ ഇടയ്ക്കിലേക്ക് പോകുന്നതാണ് നമ്മുടെ സ്വഭാവം, അല്ലേ? ഒരമ്പലത്തിൽ പോയിട്ട് നടന്നില്ലെങ്കിൽ അടുത്ത അമ്പലത്തിലേക്ക് വഴിപാടുമായി പോകുന്നവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസം അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും നമുക്ക് പ്രതികൂലമായി ചെയ്തു എന്ന് തോന്നിയാൽ അവനുമായിട്ടുള്ള എല്ലാ കണക്ഷനും, വെള്ളം കുറച്ചുകൂടിയൊക്കെ വേണോ, എല്ലാ കണക്ഷനും ഉപേക്ഷിക്കുന്നവരാണ്. പാവം ഇരുന്ന് ഉറക്കം വന്നിട്ടാവൂലേ. എല്ലാവർക്കും വേണേ വാട്ടർ സപ്ലൈ കൊടുക്കുക കേട്ടോ, ഉറങ്ങാതിരിക്കാൻ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. അപ്പോ വിശ്വാസമാണ് പ്രധാനം, ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. മനസ്സിലായോ? ഏത് വിശ്വാസിക്കും അവന്റെ ദൈവം, അവനായി കരുതുന്ന ദൈവം അവനെ രക്ഷിക്കും. പക്ഷേ വിശ്വാസിക്ക് എന്ത് വേണം? ഉറപ്പ് വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മുള്ളിൽ പിടിച്ചാലും മുറുകെ പിടിക്കണമെന്ന് കാരണവന്മാര് പറയും. അയച്ചു പിടിച്ചെന്നാൽ എന്താണ്? എവിടെ പിടിച്ചിട്ടും കാര്യമില്ല, വിട്ടുപോകും. ഒരു മരത്തിൽ കയറി നമ്മള് കാൽ വഴുതി വീഴാൻ പോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആ കൊമ്പെ പിടിക്കണോ ഈ കൊമ്പെ പിടിക്കണോ എന്ന് ഒരു കൺഫ്യൂഷൻ വന്നാൽ നേരെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ താഴെ എത്തും. അപ്പോ ഏതെങ്കിലും ഒരു കൊമ്പിൽ പിടിക്കുക എന്നുള്ളത് അപ്പോഴത്തെ ഒരു അത്യാവശ്യമാണ്. ഭാഗ്യം പോലെ ഇരിക്കും, നമ്മൾ ഉണക്ക കൊമ്പിലാണോ പച്ചക്കൊമ്പിലാണോ പിടിക്കുന്നതെന്ന് അപ്പോഴത്തെ ഭാഗ്യം. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചേ പറ്റൂല്ലെങ്കിൽ നേരെ ഒരു തടസ്സവും ഇല്ലാതെ താഴെ വരും. ജീവിതം എന്ന് പറയുന്ന ഇതുപോലൊരു കൈവിട്ട കളിയാണ്. ലൈഫിന് എന്തില്ല? റീമേക്ക് ഇല്ല, ഉണ്ടോ? പുനർചിത്രീകരണം ഇല്ല ലൈഫിന്.
ഒറ്റ ഷോട്ട് കഴിഞ്ഞു. അത് അഭിനയിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, തീർന്നു. കട്ട് പറയും ക്യാമറമാൻ, സംവിധായകൻ കട്ട് പറയും, അപ്പൊ പെട്ടി കിടത്തും, നേരെ പറഞ്ഞു. ഒറ്റ ടേക്കില് പോകുന്ന ഒരു സാധനമാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടേക്കേ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ബുദ്ധി, ഏകാഗ്രത, സൂക്ഷ്മത, ശ്രദ്ധ, ഇത് ആവശ്യമാണ്. ഈ എറണാകുളത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലില് എല്ലാ സൺഡേയും രാവിലെ 11 മണിക്ക് ICU യൂണിറ്റിൽ കിടക്കുന്ന 11ാം നമ്പർ ബെഡിലെ രോഗി മരിക്കും. ഇതെന്തോ ഒരു അത്ഭുതം പോലെയായി. എല്ലാ സൺഡേയും രാവിലെ 11 മണിക്ക് ICU യൂണിറ്റിൽ കിടക്കുന്ന ഒരു രോഗി, 11ാം നമ്പർ ബെഡിൽ കിടക്കുന്ന രോഗി മരിക്കും. ഇപ്പോൾ ഡോക്ടർമാർക്ക് അങ്കലാപ്പായി, എന്താ സംഭവം? 11ാം ബെഡിൽ കിടക്കാനും ആളില്ലാണ്ടേ. ഇപ്പോൾ ഒരു സൺഡേ ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഭൂതമാണെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ചിട്ട് അന്ധവിശ്വാസം അതിനനുസരിച്ച് കൊണ്ടു നടക്കും നമ്മൾ. അപ്പൊ ഡോക്ടർമാർ വരെ വിചാരിച്ചു ആശുപത്രിക്ക് എന്തോ പ്രേതബാധയുണ്ട്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത് വിചാരിച്ചു. അപ്പൊ അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യും, ഈ പ്രേതത്തിനെ നമുക്കൊന്ന് കണ്ടേക്കാം. ഇവിടെ മുഴുവൻ ക്യാമറ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച 11 മണിയാകാൻ നോക്കിയിരിക്കുകയാണ്. വേണമെങ്കിൽ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇടാം കേട്ടോ. 11 മണിയാകാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയം വരുന്നു. ഇവർ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്വീപ്പർ സ്റ്റാഫ് വന്നു. അയാളെ തുടക്കാൻ വന്നാണ് അവിടെ ICU ഉണ്ട്. അയാൾക്ക് ഞായറാഴ്ച ഒരു സൺഡേ പകല് മാത്രമേ ഇവിടെ ഡ്യൂട്ടി ഉള്ളൂ. ഇയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഇയാളുടെ കയ്യിരിക്കുന്ന ഈ സ്വീപ്പിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഈ 11ാം നമ്പർ ബെഡിലെ രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന സകല സാധനങ്ങളും കുത്തി വെച്ചിരിക്കുന്ന പ്ലഗ് വലിച്ചിങ് ഊരിയിട്ട് ഇയാളുടെ മെഷീന്റെ പ്ലഗ് അങ്ങ് കുത്തിയിട്ട് ഇയാള് ഭംഗിയായിട്ട് വൃത്തിയാക്കും. ഈ ICU ഉണ്ട് മൊത്തം. നല്ലോണം ജോലി ചെയ്യുന്ന മനുഷ്യനാ, സ്വന്തം കർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ്, പാവം. നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മിടുക്കനാണ്. എടുത്തെടുത്ത് വെച്ചു. എന്ത് ചെയ്തു? തിരിച്ചു കുത്തി അവിടെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. സ്വന്തം കർമ്മം ചെയ്തില്ലേ? എടുത്തെടുത്ത് വെച്ചില്ലേ? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓരോ സൺഡേ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുക. ശ്രദ്ധയില്ലായ്മ. നമുക്ക് എല്ലാവർക്കും ഈ ശ്രദ്ധയില്ലായ്മയുണ്ട്. നല്ല തിരക്കുള്ള ഒരു സമ്മേളന സ്ഥലത്ത് ചെന്നാലും തൊട്ടടുത്തൊരു സീറ്റ് ഉണ്ടെങ്കിൽ കൊടയെടുത്ത് വെച്ചോ, എന്നിട്ടിങ്ങനെ. അപ്പോൾ കുറെ പേരവിടെ നിന്ന് കാല് കഴിച്ചിട്ട് നോക്കുക, ആ കസേര ആരെങ്കിലും ഉണ്ടോ? കൊടയുണ്ട്. ആളുണ്ടോ? കാരണം കൊടയെടുത്ത് മടി വെക്കാൻ കഴിയില്ല, അതുകൊണ്ട് വെച്ചിരിക്കുക. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധയില്ല. എന്നാ അവിടെ നിന്ന് വിഷമിക്കുന്നവർക്ക് ഇരുന്ന് ഞാനൊരു കൊട പിടിച്ചാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി, ചെയ്യത്തില്ല, ഇങ്ങനെ ഇരിക്കും. ആളുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ആള് വിഷമിക്കും. മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കില്ല, മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ ദൈവമല്ല ശ്രീനാരായണ ഗുരുദേവൻ. ആരുടെ ദൈവമാണ്? ആരുടെ ആരാധ്യ കഥാപാത്രമാണ്? മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവരുടെ കഥാപാത്രമാണ്. മനസ്സിലായോ? അപ്പൊ ഗുരുവിനെ എല്ലാവർക്കും ദൈവമാക്കാൻ പറ്റില്ല. കാരണം ഗുരു എന്ത് ചെയ്യുന്ന ആളാണ്? നിയന്ത്രിക്കുന്ന ആളാണ്, അല്ലേ? ശിക്ഷിക്കുന്ന ആളാണ്. നമുക്ക് എന്താ വിഗ്രഹങ്ങളോട് കൂടുതൽ ഇഷ്ടം? എല്ലാരും വിഗ്രഹാരാധനക്കാരല്ലേ കൂട്ടത്തിലുള്ളവര്? ആണോ? ക്ഷേത്രത്തിൽ പോകുന്നവരില്ലേ? വിഗ്രഹമല്ലേ അവിടെ ഇരിക്കുന്നേ? ആരാധിക്കുന്നില്ലേ? എന്താ കാരണം? വിഗ്രഹമാകുമ്പോൾ ഇങ്ങോട്ടൊന്നും പറയില്ല, അങ്ങോട്ട് പറയും. നമ്മുടെ എന്ത് കാര്യം അങ്ങോട്ട് പറയും, ഇങ്ങോട്ടൊന്നും പറയത്തില്ല. അത് പാവത്താൻ ഇങ്ങനെ നിന്നോളൂ. നമ്മൾ ചെന്നിട്ട് അത് തരാ ഇത് തരാന്നൊക്കെ പറയും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സകല കാര്യങ്ങളും പറഞ്ഞിട്ടു. ഇപ്പൊ എന്തുകൊണ്ടാണ് ശബരിമല അയ്യപ്പൻ സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ആരോ ഒരു തമാശ പറഞ്ഞു. എന്താ കാരണം? സ്വൈര്യം കൊടുക്കത്തില്ലെന്ന്. പമ്പയിലേ തുടങ്ങും, എനിക്കത് വേണം, ഇത് വേണം, അതില്ല, ഇതില്ല, അവളെന്നെ അങ്ങനെ നോക്കി, ഇവളിങ്ങനെ എങ്ങനെ നോക്കി, മറ്റോക്കിട്ട് പണി കൊടുക്കണം. ഭഗവാനാണെ സത്യം, ഞാൻ സത്യം ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നത്, ഞാൻ മലയിറങ്ങി തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ തല കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറി. ഈ മനുഷ്യന് സ്വൈര്യം കൊടുക്കത്തില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 12 വയസ്സ് വരെ വരാം, വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല, PP ബലൂൺ ഇത്രയൊക്കെ കാണത്തുള്ളൂ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ. 55 കഴിഞ്ഞ് വരാം, കാരണം എന്താ, പിന്നെയും വലിയ ആഗ്രഹങ്ങളൊന്നും കാണത്തില്ല. എങ്ങോട്ട് മുകളിലേക്കുള്ള യാത്ര സുഗമമാക്കണേ അയ്യപ്പ എന്നും പറഞ്ഞാൽ പിന്നെ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും അയ്യപ്പൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഈ ഇടയ്ക്കെന്ന് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചെവിക്ക് സ്വസ്ഥത കിട്ടാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ അയ്യപ്പൻ ബാൻ ചെയ്തതാണെന്നാണ്
ആ കാലത്ത് ആ തർക്കം നടന്ന സമയത്ത് ഇറങ്ങിയ കഥ. എന്തായാലും നമുക്ക് തമാശയായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു കാര്യമുണ്ട്. എന്താ, നമുക്ക് അങ്ങനെ ആഗ്രഹം പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല ദൈവം എന്ന് പറയുന്നത്. എന്താണ് ആവശ്യം? നമ്മൾ ചിന്തിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചറിയാവുന്ന സ്ഥലമാവണം നമ്മുടെ ദൈവം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് ശരിയാണോ? ശരിയാണെങ്കിൽ നമ്മുടെ വഴി കറക്റ്റാണ്, നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ ലൈഫിൽ ജയിക്കും. തെറ്റാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും, നമ്മൾ താഴെ വീഴും. അപ്പോൾ ശരി ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവാധീനമുള്ളവരാണ്, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഗുരുവിനെ ആരാധിക്കുന്നവരുള്ള പ്രത്യേകത, ഗുരു എന്ത് ചെയ്യുന്നു? നമ്മളെ കറക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ശിവലിംഗദാസ സ്വാമി എഴുതിയത് എന്താണ്? ശ്രീതാനാം ശുദ്ധിഹേതവേ. അറിഞ്ഞുകൂടെ ആ പ്രാർത്ഥന? ഗുരു ഷഡ്കം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ, ബ്രഹ്മം മൂർത്തി രൂപം പ്രാപിച്ചവനെ, ശ്രുതാനാം ശുദ്ധിഹേതവേ, ആശ്രയിക്കുന്നവരെയൊക്കെ ശുദ്ധീകരിക്കുന്നവനെ. നമ്മൾ ഗുരുവിനെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ഉടൻ ഗുരു നമ്മെ എന്ത് ചെയ്യാൻ തുടങ്ങും? ശുദ്ധീകരിക്കാൻ തുടങ്ങും. നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഇപ്പൊ ഒരാൾ ഗുരുഭക്തനായി കഴിഞ്ഞാൽ ഇയാളെ പിന്നെ ആൾക്കാർക്ക് കാണുമ്പോൾ അത്ഭുതം വരും. കാരണം എന്താ? അവൻ ഇതല്ലാതിരുന്നപ്പോഴുള്ള അവന്റെ പ്രകൃതം മാറി. ഇപ്പൊ നമ്മുടെ KR ബാലൻ ചേട്ടനുണ്ട്, നമ്മുടെ കോയമ്പത്തൂരിലെ ബാലേട്ടൻ. അങ്ങ് തിരൂര് ബേക്കറി തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നമൊക്കെ ഉള്ള ഏരിയ. അപ്പോ ഇവര് തമ്മിലുള്ള സംഘർഷം നടക്കുന്നതുകൊണ്ട് ഹിന്ദുക്കൾ ഒരു പ്രസ്ഥാനം തുടങ്ങിയെന്നാൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. മുസ്ലിങ്ങൾ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ ഹിന്ദുക്കൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പൊ ഇദ്ദേഹം ചെന്നപ്പോ ഹിന്ദു നാമമായിരുന്നത് കൊണ്ട് ഇവരെല്ലാവരും ഒരു ശത്രുത പ്രഖ്യാപിച്ചു. ഇപ്പോ ഹർത്താലിന്റെ ദിവസമൊക്കെ ഇദ്ദേഹത്തിന്റെ അങ്ങോട്ടേക്ക് കല്ലെറിയുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം SNDP-യിൽ ചേർന്ന് ഗുരുഭക്തനായി അവിടെ കൊണ്ടുവന്ന് ഗുരുവിന്റെ ഒരു വലിയ ഫോട്ടോ വെച്ചു ബേക്കറി. എന്നിട്ട് എല്ലാ ദിവസവും സ്റ്റാഫിനെ കൊണ്ട് ദൈവദശകം ചൊല്ലിപ്പിക്കും. അവിടെ ആരും ഏത് ഷോറൂം തുടങ്ങിയാലും ഇദ്ദേഹം ഇതാണ്, വലിയൊരു ഗുരുവിന്റെ വലിയ ഫോട്ടോയും വയ്ക്കും, ദൈവദശകം ചൊല്ലും, അങ്ങനെ തുടങ്ങത്തുള്ളൂ. ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരാളും പിന്നെ ശത്രു ലിസ്റ്റിലില്ല. ഗുരുവിന്റെ ആളായപ്പോഴത്തേക്ക് ശത്രു ലിസ്റ്റിലില്ല. ആരുടെയും ശത്രു ലിസ്റ്റിലില്ല. എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു ഇടമായി എൻ്റെ പ്രസ്ഥാനം. ഇതാണ് ഗുരുവിനെ ഭജിക്കുമ്പോഴുള്ള ഗുണം. ഗുരു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. കാരണം ഗുരു നിറഞ്ഞിരിക്കുന്നവർക്ക് കുമാരനാശൻ പറയുന്ന ഈ ഒരു ഗുണം അവരിലേക്കും കൂടി സംക്രമിക്കും. എന്താണ്? അൻപാർന്നവരുണ്ടോ, പരജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. എന്തുകൊണ്ടാണ് ഗുരു എൻ്റെ ദൈവമായിരിക്കുന്നത്? ഇത്രയും അൻപാർന്നവരെ ഞാൻ കണ്ടിട്ടില്ല. അൻപ്, ദയ, കാരുണ്യം, സ്നേഹം, ഇത്രയും ദയ എല്ലാ ജീവജാലങ്ങളോടും കാണിക്കുന്ന, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ജീവിക്കുന്ന ഒരു ചെറിയ ജീവിയോട് പോലും കാരുണ്യം കാണിക്കുന്ന ഇത്രയും അൻപാർന്നവരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പരവിജ്ഞാനിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വിജ്ഞാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ ഒന്നെങ്കിൽ ഭൗതികമായ വിജ്ഞാനമായിരിക്കും, അല്ലെങ്കിൽ ആധ്യാത്മികമായ വിജ്ഞാനമായിരിക്കും. പരവിജ്ഞാനി എന്താണ്? ഭൗതികതയും ആത്മീയതയും ഒന്നുപോലെ നിറഞ്ഞിരിക്കുന്ന പരത്തെക്കുറിച്ചുള്ള അറിവ് നേടിയവൻ പരവിജ്ഞാനി. ഗുരുവിനെ പോലെ വേറെ ആരുമില്ല. അൻപാർന്നവരില്ല, ഇതുപോലെ പരവിജ്ഞാനികളില്ല, വൻപാകെ വെടിഞ്ഞുള്ളവർ. വൻപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൻപ്, അഹന്ത, നമുക്കൊന്നും തീരെ ഇല്ലാത്ത ഒരു സാധനമാണ്. ആണോ? അഹങ്കാര് തീരെ ഇല്ല, ഒട്ടുമില്ല. ആണോ? അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇല്ലാതെ ഇരിക്കുന്നവരാരുമില്ല. എല്ലാവർക്കും അത്യാവശ്യം ആ സാധനം പൊതിഞ്ഞ് കഷ്ടി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ ഗുരുവിന് തീരെ അഹന്തയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനെന്ന ഭാവം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മോടുള്ള വിശ്വാസം സംരക്ഷിച്ചു എന്നല്ല പറഞ്ഞത്,
വിശ്വാസം സംരക്ഷിക്കുക, അതിൽ നിന്ന് ഞാൻ അങ്ങ് എടുത്തു കളഞ്ഞു. മനസ്സിലായോ? അപ്പൊ നീ ആരെ വിശ്വസിച്ചാലും നിന്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കും എന്ന് പറയുന്ന അത്രയും വൻപാകെ വെടിഞ്ഞ ഗുരു ഇതുപോലെ ഒരാളെയും കണ്ടിട്ടില്ല. പിന്നെ ആശാൻ പറയുക, ഇതൊക്കെ ഒരു ഭക്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്? തന്റെ സ്വാമിയിൽ നിന്ന് ഈ ഗുണങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുക വേണം. ഇതുപോലെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് നിങ്ങൾ നാളെയും പോയി പഴയ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ സത്രം വേസ്റ്റ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഗുരുവിനെ കുറിച്ചുള്ള ഈ അറിവ് ഗുരുവിന്റെ ഭക്തരായിരിക്കുമ്പോ അതുപോലെ തന്നെ നമ്മളും ശീലിക്കണം. അങ്ങനെ ശീലിക്കുമ്പോഴത്തേക്കാണ് നമ്മിലെ മനുഷ്യത്വം, നമ്മിലെ നന്മ ഉണർന്നു വന്നിട്ട് നമ്മൾ ഈ ലോകത്തിന് ഉപകാരികളും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളുമാവുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഗുരു പറഞ്ഞതുപോലെ വളർന്നാൽ ഈ ലോകത്തിന്റെ ആശ്രയ കേന്ദ്രങ്ങളായി മാറും. അറിയാവോ? ലോകം സമാധാനം ആഗ്രഹിക്കുന്ന ലോകം ഗുരുവിനെ തിരക്കി നമ്മുടെ അടുക്കിലേക്ക് വരും. അതുകൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ഗുരു പഠന കേന്ദ്രങ്ങളും റിസർച്ച് സെന്ററുകളും തുടങ്ങിയിട്ട് പുറത്തുനിന്നുള്ളവർക്ക് വന്ന് ഗുരുവിനെ കുറിച്ച് ഗവേഷണം നടത്താനുള്ള കേന്ദ്രങ്ങൾ നിങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പുറത്തുനിന്ന് ഗുരുവിനെ അറിയാൻ ആള് വരും. എന്നാ വരുന്നേ? നമ്മുടെ പ്രഭാവം 100 വർഷത്തിന് ശേഷം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ. എന്താ പറഞ്ഞത്? നമ്മുടെ പ്രഭാവം 100 വർഷത്തിന് ശേഷം. നിങ്ങൾ എല്ലാ പ്രവാചകന്മാരെ എടുത്തു നോക്കിക്കോളൂ. അവരുടെ ശരീരം മറഞ്ഞതിന് ശേഷം 100 വർഷത്തിന് ശേഷമാണ് അവരുടെ പ്രസ്ഥാനം വികസിച്ചിരിക്കുന്നത്. ബുദ്ധൻ അങ്ങനെയാണ്, യേശു ക്രിസ്തുവിന് അങ്ങനെയാണ്, നബി തിരുമേനിക്ക് അങ്ങനെയാണ്. ഗുരുവിന്റെ 100 വർഷം വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാ അത് 2028 ഗുരു മഹാസമാധിയായതെന്നാണ് 1928. അതിനുശേഷം 100 വർഷം കഴിഞ്ഞെന്നാൽ നമ്മുടെ 2028 വരുമ്പോഴത്തേക്ക് ഗുരു സമാധിയായിട്ട് 100 വർഷമാകുക. പ്രഭാവം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശ്രീനാരായണ ദർശനത്തിന്റെ പ്രഭാവം ലോകം മുഴുവൻ പരക്കാൻ പോകുന്നതേ ഉള്ളൂ. മറ്റ് പ്രവാചകർക്കില്ലാത്ത ഒരു അഡീഷണൽ ഗുണം ഗുരുവിന് കിട്ടി. എന്താണ്? ഈ 100 വർഷം ഡെഡായിട്ട് കിടക്കുകയല്ലായിരുന്നു, ജ്വലിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ എന്താ? നിങ്ങൾ കേരളത്തിലേക്ക് നോക്കിക്കേ, എന്ത് വിവാദം ഉണ്ടായാലും അതിനകത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരുണ്ടാവും, അല്ലേ? എന്ത് സംഭവം ഉണ്ടായാലും ഗുരുവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കാണും. ഇതെന്താ കാരണം എന്നറിയോ? ഇതിന്റെ പിന്നിലെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പാലാഴി കടയുന്ന പരിപാടിയാണ്. കടച്ചിൽ തുടങ്ങിയപ്പോ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം പൊങ്ങി വരുന്നത് വിവാദമാണ്. ഇതിനപ്പുറത്ത് അമൃതകുംഭം വരും. ആ കാലത്തേക്ക് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങളാണ് ശ്രീനാരായണ സംഘടനകൾ നടത്തേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, സ്ഥിരം പഠന കേന്ദ്രങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ ഒക്കെ വരണം. ദ മോസ്റ്റ് വാല്യുബിൾ ഫിലോസഫി ആയിട്ട് ഇനി ലോകം അംഗീകരിക്കാൻ പോകുന്നത് ഗുരുവിനെയാണ്. കാരണം ഇതുവരെ ഉണ്ടായ എല്ലാ ഫിലോസഫിയിലും ആൾക്കാർക്ക് തർക്കമുണ്ട്. ക്രിസ്തു പറഞ്ഞത് മുഴുവനും വിശ്വസിക്കാത്തവരും അതില് അപാകതയുണ്ടെന്ന് കരുതുന്നവരും ഈ ലോകത്തുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞതിൽ അപാകതയുണ്ടെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഗുരു പറഞ്ഞതിൽ ആർക്കും അപാകത കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം എന്താ? അത്രയും വൈഡസ്റ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിലെ ഒരു സാധാരണ ഋഷിയല്ല ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്പൊ പലരും പറയുന്നുണ്ട്, എന്താണ്? ഹിന്ദു സന്യാസിയാണ്. കുമാരനാശാൻ പറയുന്നു സന്യാസികളില്ല. ഇങ്ങനെ ഒരു സന്യാസിയെ ഒരു ഇന്ത്യയിലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ സന്യാസിയാണെന്നും പറഞ്ഞ് അങ്ങ് ഒതുക്കാൻ പറ്റില്ല. ഇല്ല, ഇങ്ങനെ ഇല്ല നീ എന്നോർ ഗൃഹസ്ഥാശ്രമികളിലും സാമൂഹ്യ പരിഷ്കർത്താക്കളിലും സാമൂഹ്യ നേതാക്കളിലും ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പൊ വെറും സാമൂഹ്യ പരിഷ്കർത്താവും സാമൂഹ്യ നേതാവുമായിട്ട് ഒതുക്കാൻ പറ്റില്ല. പിന്നെയോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി, വനത്തില് തപസ്സനുഷ്ഠിക്കുന്നവർക്കിടയിലും ഇത്രയും പൂർണ്ണനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ കാറ്റഗറൈസ് ചെയ്യരുത് ഗുരുവിനെ, പെട്ടിയിലടക്കരുത് ഗുരുവിനെ. സകല പെട്ടികളുടെയും നാഥനാണ് ഗുരുദേവൻ. മനസ്സിലായോ? സകലത്തിന്റെയും നാഥനെ നമ്മൾ ചെപ്പിലടക്കാനായിട്ട് ശ്രമിക്കരുത്. ഇതാണ് ഗുരുവിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ പൂർണ്ണതയിലേക്ക് നമ്മൾ ഇനി നമ്മുടെ വിശ്വാസത്തെ എവിടെയെങ്കിലും വേറെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു നട്ടേ മതിയോ? നമ്മൾ ഗുരുവിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു നടക്കുകയും മറ്റു പലതിൻ്റെയും പിന്നാലെ പോവുകയും ചെയ്യരുത്.
ഇന്നലത്തെ പ്രാർത്ഥനയ്ക്കിടയിൽ ഞാൻ ഓർപ്പിച്ചു, ആത്മോപദേശതകത്തില് ഗുരു തന്റെ പ്രഭാവം വ്യക്തമായി പറയുന്ന ഭാഗമുണ്ട്. അറിവത് നാം അത് തന്നെ, മറ്റെല്ലാവരും അത് തൻ വടിവാർന്നു നിന്നിടുന്നു. അറിവ്, പരമമായ അറിവ്, ദൈവം, അത് നാമാണ്, അത് തന്നെ, തർക്കമില്ല. മറ്റെല്ലാവരും, മറ്റ് കാണുന്ന സങ്കല്പ രൂപങ്ങളൊക്കെ ഇത് തൻ വടിവാർന്ന് നിന്നിടുന്നു. ഇതിൽ നിന്ന് ഉണ്ടായി തോന്നുന്നതായി കാണുന്നതാണ്. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞതാണ്, നമ്മുടെ ധർമ്മം ആചരിക്കുന്നവർക്ക് മറ്റൊന്നിനെയും ഭയക്കേണ്ടതില്ല. ശ്രീനാരായണ ഗുരുദേവൻ ചില തറവാടുകളിലേക്ക് ചെന്നിട്ട് ഒരുപാട് മൂർത്തി പൂജ നടക്കുന്ന തറവാട്ടിൽ നിന്നൊക്കെ ഈ കല്ലക്കൂടി വാരി കുളത്തിലിട്ട് പോക്കളെ. അപ്പൊ ഒരിടത്ത് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പുറകെ വന്നു, ഗുരുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെച്ചാശ്രയിക്കുന്ന ഒരുപാട് മൂർത്തികൾ ഉണ്ടായിരുന്നു, എല്ലാം അവിടുന്ന് എടുത്തു കളഞ്ഞു, ഞങ്ങൾക്ക് പൂജിക്കാൻ ഇനി ഒന്നുമില്ല, ആരെങ്കിലും ഉപദേശിച്ചു തരണമെന്നപ്പോൾ ഗുരു ഒന്നും മിണ്ടിയില്ല. ഗുരു ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ശിഷ്യൻ ബോധാനന്ദൻ എന്ത് ചെയ്തു? ഗുരുദേവന്റെ കാൽപാദുകം ഭഗവാന്റെ അനുമതിയോടുകൂടി വാങ്ങിയിട്ട് പറഞ്ഞു, ഇതിനപ്പുറം നിങ്ങൾക്ക് വേറൊരു ആശ്രയം ഈ ലോകത്ത് കിട്ടാനില്ല, അത് കൊണ്ടുപോയി പൂജിച്ചോളാൻ പറഞ്ഞു. ആ വീട്ടുകാര് ഇത്രയും മൂർത്തികളെ എടുത്തു കളഞ്ഞ, നമ്മളുടെ ജ്യോത്സ്യന്മാരറിഞ്ഞാൽ പിന്നെ സമ്മതിക്കത്തില്ല, ഇത് തന്നെ വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറയുന്ന സ്ഥലത്ത് ഈ വീട്ടിലേക്ക് ഗുരുപാദം കൊണ്ടുവന്ന് അവരുടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പൂജ തുടങ്ങിയിട്ട് അവർക്ക് മേൽക്കുമേൽ ഈ കുടുംബത്തിന് ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും മതി. അതുകൊണ്ടാണ് ശിവലിംഗദാസ് സ്വാമി പറഞ്ഞത്, ഗുരുവിന്റെ നിന്ന് കൂടുതലൊന്നും എനിക്ക് വേണ്ട. എന്താണ്? ആ പാദത്തിൽ പറ്റിയിരിക്കുന്ന ഒരു മണൽത്തരി കിട്ടിയാൽ അതുപോലും മോക്ഷപ്രാപ്തിക്ക് പറ്റുന്നതാണ്. പാദാംബുജ രജോലവ യസ്യ ന കൽപ്പതേ സിദ്ധ്യൈ പാദാംബുജ രജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. ആരുടെ കാൽപാദമാണോ നമുക്ക് മോക്ഷാർത്ഥിയായിരിക്കുന്നത്, അങ്ങനെയുള്ള ഗുരുവിന്റെ കാൽപാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മണൽത്തരി കിട്ടിയാൽ അത് പോലും മോക്ഷദായകമാണെന്ന് അറിഞ്ഞനുഭവിച്ച ശിഷ്യൻ ശിവലിംഗദാസ സ്വാമി എഴുതി വച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ മറ്റ് ആശ്രയങ്ങളിലേക്ക് പോകാതിരുന്നാൽ, ഗുരുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിൽ അധിഷ്ഠിതമായിട്ട് വളർത്തിയാൽ, അവരുടെ ചോറൂണും അവരുടെ കല്യാണവും അവരുടെ വിദ്യാരംഭവും ഒക്കെ ഗുരുവിൽ അധിഷ്ഠിതമായിട്ട് ചെയ്താൽ, ലോകത്ത് മറ്റ് ഏതൊരു ജനത വളരുന്നതിനേക്കാളും പ്രഭാവശാലികളായ തലമുറയെ നിങ്ങൾക്ക് കിട്ടും. ലോകം അറിയപ്പെടുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കിട്ടും. അപൂർണമായതിന്റെ പിന്നാലെ പോയാൽ അപൂർണതയായിരിക്കും ഫലം. ഒരു നിശ്ചിത പൊക്കം എത്തും, അതിനപ്പുറം എത്തില്ല. നമ്മുടെ കുടുംബത്തിലും ഒരു നിശ്ചിത പൊക്കത്തിന് അപ്പുറത്തേക്ക് നമ്മൾ കുട്ടികളെ സങ്കല്പിക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നല്ല തൊഴിൽ അവർക്ക് കിട്ടിയാൽ, അവർക്ക് നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് ഒരു കല്യാണം വന്നാൽ നമ്മൾ തൃപ്തരാ, അല്ലേ? പിന്നെ അവരുടെ കൊച്ചുമക്കളായി മക്കളുടെ മക്കളായി. പക്ഷെ പറ്റുന്ന എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും, പക്ഷെ നിങ്ങളെ ആരറിയും? ഒരു തലമുറ കഴിഞ്ഞ പിന്നെ ഓർത്തിരിക്കൂ. മുത്തശ്ശന്റെ പടം കാണിച്ചിട്ട്, മരിച്ചുപോയ മുത്തശ്ശന്റെ പടം കാണിച്ചിട്ട് കൊച്ചുമോനോട് ചോദിച്ചാൽ പേരറിയാൻ പറ്റുമോ? മുത്തശ്ശൻ വലിയ പുള്ളിയായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തിട്ടാ പോയ. പക്ഷേ രണ്ടാം തലമുറ വന്നപ്പോൾ മുത്തശ്ശന്റെ പേര് സ്വന്തം വീട്ടിലെ മുത്തശ്ശന്റെ തലമുറയിൽപ്പെട്ട കൊച്ചുമക്കളുടെ മനസ്സിൽ പോലും ഉറയ്ക്കുന്നില്ല. നമ്മുടെ വളർച്ചയെ നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഗുരുവിൽ അധിഷ്ഠിതമായ വളർച്ചയ്ക്ക് പരിധിയില്ല. ഗുരു ചെളിയിൽ മുങ്ങിക്കിടന്ന കല്ലിനെ എടുത്തുകൊണ്ടുവന്ന് ദൈവമാക്കിയ ആളാണ്. ചെളിയിൽ കിടന്ന കുമാരനാശാനെ എടുത്തുകൊണ്ടൊന്ന് മഹാകവിയാക്കിയ ആളാണ്. പഠിക്കാൻ നിവൃത്തിയില്ലാതെ ചെറായിൽ കിടന്ന സഹോദരൻ അയ്യപ്പനെ എടുത്തുകൊണ്ടൊന്ന് ലോകത്തെ ആദ്യത്തെ വിപ്ലവകാരി ആക്കിയ ആളാണ്. TK മാധവനെ ലോകം അറിയുന്ന ആളാക്കിയ ആളാണ്. ഗുരു കൊണ്ടു നടന്ന പിന്നെ പരിധിയില്ല. ഗുരു നൽകുന്ന അനുഗ്രഹത്തിനും പരിധിയില്ല. ലോകം അറിയപ്പെടുന്ന പ്രതിഭാശാലികളെ സൃഷ്ടിച്ച ഭഗവാൻ ഇപ്പോഴും ലൈവാണ്. ഇത് പഴങ്കഥയല്ല. എന്നോ ജനിച്ച് എന്നോ മരിച്ചുപോയ ഒരാളെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്.
നമുക്കിടയിൽ ഇപ്പോഴും അതിശക്തമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ചേതനാശക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ വിളിച്ചു കയറ്റാത്ത കുഴപ്പമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ മുന്നിൽ വടിയും കുത്തിപ്പിടിച്ച് ഭഗവാൻ വന്ന് നിപ്പുണ്ട് അകത്ത് കിടക്കാൻ. പക്ഷെ അകത്ത് ആയിരക്കണക്കിന് സങ്കല്പ ദൈവരൂപങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗുരുവിന് സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഈ ഒറ്റ എണ്ണ ഇരുത്തിയാൽ മതി. പൂർണ്ണതയാണ് നമുക്ക് ആവശ്യം, അപൂർണതയല്ല. പലരും ഇന്നും ചാത്തന്റെ പിന്നാലെ ഓടുകയാണ്. എന്താണ് ചാത്തൻ? ഭഗവാൻ ദൈവചിന്തനത്തിൽ പറയുന്നുണ്ട്, ഇതുപോലത്തെ ചില ശക്തികളുണ്ട്. അവർക്ക് എന്തു പറ്റി? അവർക്ക് മോക്ഷം കിട്ടിയില്ല ജീവിച്ചിരുന്ന കാലത്ത്, കർമ്മം ശരിയായി. നമ്മളൊക്കെ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. ഒരു എൻട്രൻസ് പരീക്ഷയെ നമ്മൾ ജീവിതാവസാനം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ പ്രോജ്വലിതമാക്കിയാൽ മാത്രമേ, കൂടുതൽ മാർക്ക് അവന് വാങ്ങിക്കൊടുത്താൽ മാത്രമേ ഇവന് ഈ സ്റ്റേറ്റ് ഓഫ് ലെവൽ വിട്ടിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും. നമ്മുടെ SMS വേണം അവന്. റിയാലിറ്റി ഷോയാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവാത്മാവിന് നമ്മൾ പവർ കൊടുക്കണം, എന്നാലേ ഇവന് മോക്ഷം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അലഞ്ഞു നടക്കും ഈ സാധനം. അതിനു വേണ്ടിയിട്ടാണ് മക്കളൊക്കെ പിന്നെ പിണ്ടം എടുത്തുകൊണ്ട് നടക്കുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത ആളാണ് പിണ്ടവും വേണ്ട കൊട്ടയും വേണ്ട, മനസ്സിലായോ? അത് അങ്ങ് പൊക്കോളൂ. ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് നന്മ അനുഭവിച്ച, അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അനുഭവിക്കുന്ന നമ്മൾ കടം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ബലിക്കൽ പുരകളിൽ മുഴുവനും നടന്ന്, സ്നാനഘട്ടങ്ങളിൽ നടന്ന് മുങ്ങി 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 മീനൊക്കെ കൂടി ചോറ് തിന്നും അടുത്ത്. ഇപ്പൊ പുറത്തുനിന്ന് കൊട്ടേഷൻ പിടിച്ച മീൻ വന്നിട്ട് ആലുവയിൽ നിന്നൊക്കെ ചോറ് തിന്നുന്നു. കാരണം ബലിക്ക് കൊണ്ടൊന്നും തട്ടുമല്ലേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അങ്ങ് ഇടുകയാണ്. എന്താണ് ഈ ഇടുന്നത്? എന്താണ് ഇത്രയും പിതൃദോഷം ഇവിടെ? ജനിച്ച് ജീവിക്കുന്ന സമയത്ത് സത്കർമ്മം അനുഷ്ഠിച്ച്, ഫലേച്ഛ കൂടാത്ത സത്കർമ്മം അനുഷ്ഠിച്ച് കർമ്മ വിമുക്തി വരണം. കർമ്മപാശം മുറുക്കി കെട്ടുന്ന കർമ്മം ചെയ്തുകൊണ്ടിരിക്കരുത്. സ്വാർത്ഥ കർമ്മമാണ് മുറുക്കി കെട്ടുന്ന കർമ്മം. നിസ്വാർത്ഥ കർമ്മമാണ് കർമ്മപാശത്തെ അയച്ചു വിടുന്നത്. മണ്ണൂർ പപ്പു എന്ന് പറയുന്ന ഒരു പ്രമുഖൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. എന്തും ചെയ്തിട്ട് പണം സമ്പാദിക്കുമായിരുന്നു അദ്ദേഹം. അവസാനം ഇദ്ദേഹത്തിന് ക്ഷയം ബാധിച്ചു. വൈദ്യന്മാര് മുഴുവനും ചികിത്സിച്ചിട്ട് ശരിയാവുന്നില്ല. ഇപ്പോ ഗുരുവിനെ അറിയാവുന്ന, ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യരിൽ ഒരാളായ, മോനെ നീ കണ്ണു കെട്ടി നടക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും കണ്ണു തുറക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിളയത്ത് കൃഷ്ണനാശാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവനെ ചെന്ന് കണ്ടാൽ മാറാവുന്ന ക്ഷയമൊക്കെ പപ്പുവിനുള്ളൂ, ഞാൻ കൊണ്ടുപോയി മാറ്റിത്തരാമെന്ന് പറഞ്ഞു പപ്പുവിനെ വിളിച്ചോണ്ട് വന്നു. പപ്പു എന്ത് ചെയ്തു? ഒരു 1500 രൂപ, പപ്പുവിന്റെ സമ്പാദ്യമാണ്, അത് കൊണ്ടുവന്നു. കാരണം എനിക്ക് ആയുസ് തിരിച്ചു കിട്ടിയാൽ ഇതൊക്കെ ഞാനങ്ങ് ഉണ്ടാക്കിക്കോളും. അപ്പോ ഗുരു എന്റെ അസുഖം മാറ്റുമെന്നുണ്ടെങ്കിൽ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പാത കാണിക്കായിട്ട് 1500 രൂപ അങ്ങ് വെച്ചു. അപ്പോ ശിഷ്യന്മാര് വന്ന് എടുത്തോണ്ട്, മഠത്തിൽ പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ. ഗുരു ഒന്നും വേണ്ടിയില്ല. അപ്പോ ഗുരു ചോദിച്ചു ഇത്രേ ഉള്ളൂ, പപ്പുവിന് ഇവിടെ തങ്ങാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തൃപ്പാദങ്ങൾ ഉള്ളെടുത്തിരിക്കുന്നതാണ് അടിയന് തൃപ്തി. ശരി, ചികിത്സ തുടങ്ങി. വൈദ്യന്മാരെ വിളിച്ചു, ചാവറകോട് വൈദ്യന്മാരെ വിളിച്ചു. മാമി വൈദ്യനൊക്കെ വന്നിട്ട് ചികിത്സ അങ്ങ് തുടങ്ങി. ചികിത്സിക്കും തോറും ക്ഷയം കൂടിക്കൂടി വരാൻ തുടങ്ങി. അവസാനം വൈദ്യന്മാരെ മുഴുവൻ പിരിച്ചുവിട്ടിട്ട് ഗുരു നേരിട്ട് മരുന്ന് കൊടുക്കാൻ തുടങ്ങി. നേരിട്ട് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇയാൾ രക്ഷയില്ല, ഇയാൾ മൃതപ്രായനായി. അപ്പൊ ബന്ധുക്കൾ വന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ കാലത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന, വല്ല ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ടതിന് പകരം നേരെ ഗുരുവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇവിടെ ചികിത്സിച്ച് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറയുന്നത്, ഞാൻ 1500 രൂപയും കൊടുത്തു, കണ്ടോ ഇത്രയും പൈസയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ വിളയത്ത് കൃഷ്ണാശാൻ വിളിച്ചു, നിങ്ങളാണോ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? അതെ. ആ കൊള്ളാം, ഗുരുവിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അപ്പോ എന്നിട്ട് ചോദിച്ചു, കൃഷ്ണനാശാനെ ഈ ഗുരുവിന് സത്യം ഉണ്ടായിരുന്നെങ്കിൽ മാറ്റാൻ വയ്യാത്ത രോഗത്തിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിക്കുമായിരുന്നു. കൃഷ്ണനാശാൻ ആകെ സങ്കടമായി, വിഷമായി. എങ്ങനെയാണ് ഈ വിശ്വാസികൾക്ക് അവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ വരും? ഇവര് വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ആദ്യം ചീത്ത വിളിക്കുന്നത് ഇവനെ വിളിച്ചോണ്ട് പോയ വിശ്വാസിയുടെ ആയിരിക്കും. കാരണം ഇവൻ ചെന്ന വഴിക്ക് ഉള്ള പൈസയൊക്കെ മുഴുവൻ എടുത്ത് അവിടെ കൊടുക്കും, പൊങ്കാലയ്ക്ക് അതിന് ഇതിനൊക്കെ ഇട്ട് കൊടുത്തു. അവസാനം നടന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നോക്കിയിട്ട് നീ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി ചീത്ത വിളിക്കും. അതുപോലെ കൃഷ്ണനാശാൻ നല്ല ചീത്ത കേട്ടു. കൃഷ്ണനാശാനും വിഷമായി.
ഈ ഗുരു ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. എന്തായാലും എന്ത് ചെയ്തു, കട്ടിലോട് കൂടി പപ്പുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി മരിച്ചാൽ മതി. പപ്പുവിനും ആവട്ടെ, ഞാൻ 1500 രൂപ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഗുരു എന്നെ റെഡിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നത്. അപ്പൊ 1500 രൂപയിലാണ് പപ്പുവിന്റെ പിടുത്തം മുഴുവൻ. അത് കൊടുത്തത് കൊണ്ട് ഗുരു എന്നെ ശരിയാക്കും. ആ വീട്ടിൽ പോയി കിടന്നു. പ്രാണൻ പോകാൻ പോവാണ്. ഇനി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, വിട്ടു പോയേക്കാം. അപ്പം മുറ്റത്ത് മാവിന്റെയൊക്കെ കൊമ്പ് വന്ന് വീഴുന്നു. അങ്ങനെയാണല്ലോ, നേരത്തെ ഒരുക്കി വെച്ച സെറ്റപ്പ് പെട്ടെന്ന് തിരിച്ചും പോകണം. അടുത്ത ഫ്ലൈറ്റ് 9 മണിക്കാണ്. വന്നിരിക്കുവാണല്ലോ എല്ലാവരും. അപ്പോ മുറിക്കുന്ന ശബ്ദമൊക്കെ കേട്ടോണ്ടെങ്കിൽ കിടക്കുക. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം കൊണ്ടെടുത്ത ഒരു രൂപം ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. കണ്ണ് വഞ്ചി നോക്കിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവനാണ്. ഇപ്പോ ഇദ്ദേഹത്തിന്റെ അടിയന്തരത്തിന് ഉപയോഗിക്കാനാണെന്ന് അറിഞ്ഞൂടെ, ഒരു കൊല പഴം അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഗുരു അതിൽ നിന്നൊരു പഴം കിട്ടി. പപ്പു എഴുന്നേക്കാൻ പറഞ്ഞു. ശാഖം കിടക്കുന്ന ആളാണ്. എഴുന്നേറ്റു. ഇത് മുഴുവൻ അങ്ങ് കഴിക്കാൻ, വെള്ളം പോലും ഇറങ്ങാതെ കിടക്കാൻ മുഴുവൻ അങ്ങ് കഴിച്ചു. നീ ഇപ്പം മരിക്കില്ല, ഒരു 10 വർഷം കഴിഞ്ഞേ മരിക്കത്തു, ധൈര്യമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗുരു അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പോൾ മാവ് വെട്ടിയിട്ട് ഇടയ്ക്ക് തീർന്നു നോക്കാൻ വന്ന് നോക്കിയപ്പോൾ എഴുന്നേറ്റിരുന്ന് പഴമൊക്കെ തിന്നിട്ട് തൊലിയൊക്കെ താഴ്ത്തിട്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഗുരു വന്നു, പഴം തന്നു, എന്നെ രക്ഷിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ആഹാ എന്നാ പിന്നെ അവിടെ കിടന്നപ്പോഴേ ഈ പഴം കൊടുത്ത് അങ്ങ് രക്ഷിച്ചുകൂടായിരുന്നു, പാവത്തിന് ഇത്ര ഇട്ടുണ്ട് വിഷമിപ്പിക്കുന്ന നല്ല കാര്യമുണ്ടായിരുന്നു. ഗുരു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിയാമകനാണ്. നിയമം ഉണ്ടാക്കി അത് അനുസരിപ്പിക്കേണ്ടവൻ തന്നെ നിയമം അനുസരിക്കും. മനസ്സിലായോ? പോലീസുകാരന് നിയമം അനുസരിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഭരണഘടനാ ശില്പികൾ നിയമം അനുസരിക്കേണ്ട എന്ന് പറഞ്ഞാലും റിപ്പബ്ലിക്കൻ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കും. കാരണം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എല്ലാവരും അനുസരിച്ചേ പറ്റും. അപ്പൊ ഗുരു നിയമം അനുസരിക്കുക. കാരണം എന്താ? ഇയാള് ഗുരുവിനോടുള്ള ഭക്തിയും വിശ്വാസവും കൊണ്ടല്ല അവിടെ ആശ്രയിച്ചെത്തി. എന്താണ്? ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് എന്നെ രക്ഷിക്കുന്ന പറഞ്ഞു. അപ്പൊ പൈസ ഒന്നുമല്ല, ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല എന്ന ബോധ്യം വന്ന് പ്രാണനോടുള്ള പിടിവലി ഇയാൾ അവസാനിപ്പിച്ച് ദൈവത്തിന് കീഴടങ്ങാനുള്ള മനസ്സായപ്പോഴത്തേക്കാണ് എന്ത് ചെയ്തത്? ഗുരു ഇടപെട്ടത്. മനസ്സിലായോ? ഇപ്പൊ കൃഷ്ണന്റെയും ദ്രൗപതിയുടെയും കഥ പറയുമ്പോഴത്തേക്ക് പറയും, ദുശാസനം പിടിച്ച് സാരിയിൽ പിടിച്ച് വലിക്കുമ്പോ ദ്രൗപദി ആദ്യം എന്ത് ചെയ്തു? ഒരു കൈ 2 കൈയും കൊണ്ട് അതേ പിടുത്തിട്ടുകൊണ്ടാണ് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചത്. അവസാനം നിവൃത്തിയില്ലാതെ 2 കൈയും വിട്ടിട്ട് കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് അവിടുന്ന് സപ്ലൈ തുടങ്ങിയത്. എന്ത്? സാരി. കൃഷ്ണൻ വിഷയത്തിൽ ഇടപെട്ടത് എപ്പോഴാണ്? സർവവും പിടിവിട്ട് പൂർണ്ണമായും കൃഷ്ണനെ ആശ്രയിച്ചപ്പോഴത്തേക്കാണ് കൃഷ്ണൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കേസിൽ ഇടപെട്ടത്. ദൈവം നമ്മുടെ കേസിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഈ ഞാനെന്നുള്ള പിടി നമ്മൾ വിടണം. മനസ്സിലായോ? ഞാനെന്നുള്ള പിടി വിട്ടിട്ട് സർവവും അവിടുന്നാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ ഈ വൻപ് ആകെ വെടിയുക എന്നുള്ള ആ വാക്കിൽ നിന്നാണ് ഇത്രയും കഥകളിലേക്ക് പോയത്. വൻപ് എങ്ങനെ വെടിയണം, ഏത് വൻപാണ് വെടിയേണ്ടത് എന്നാണ് ഇത്രയും നേരം കൊണ്ട് പറഞ്ഞത്. മനസ്സിലായോ? സാധാരണഗതിയിൽ ഇതങ്ങ് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. പക്ഷേ ഇൻഡോറിൽ ഇത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും കല്ല് കടലിലേക്ക് വലിച്ചെറിയേണ്ടി വരുന്നത്. ഞാൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞിടുന്ന കല്ലുകൊണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ് നടത്തുമ്പോഴത്തേക്ക് ഒരു നല്ല കെട്ടിടം അതിൽ നിന്ന് ഉയർന്നു വരുവാനായിട്ട് സാധിക്കും. നമുക്കൊരു 10 മിനിറ്റ് കൂടി കൊണ്ട് നമുക്ക് ഇതിനെ ദേവരായ സാറേ 4:30 നല്ല സമയമല്ലേ? ഇനിയിപ്പോ അങ്ങനെയല്ലേ പറ്റൂ. ശരി ശരി. ദേവരായ ചേട്ടൻ ഇടയ്ക്ക് കൊഴിഞ്ഞു പോട്ടവും ദ്രുതവാട്ടവും ഒക്കെ ഉണ്ട്. ചിലര് നോക്കുന്നില്ല കേട്ടോ, കാറ്റ് പോകുന്ന പോലെയൊക്കെ പോകുക. സാറില്ല, ഇത്രയും സഹിച്ചത് തന്നെ വളരെ നല്ല കാര്യം. നമുക്കിതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ, മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻപാവന പാദം ഗുരുനാരായണമൂർത്തി. അപ്പോൾ ഇതുകൊണ്ടാണ്, ഇങ്ങനെയുള്ള പ്രത്യേകത അങ്ങേക്ക് മാത്രമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങയെ ഭജിക്കുന്നത്. പിന്നെയോ, അന്യർക്ക് ഗുണം ചെയ്യുവതിന്
ആയുസ് വപുസ്സും ധന്യത്വമുട് അങ്ങ് ആത്മതപസ്സും ബലി ചെയ്വൂ. സന്യാസികളില്ല ഇല്ല ഇങ്ങനെ ഇല്ലമിയെന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തെ. അന്യർക്ക് വേണ്ടിയിട്ട് ആയുസ്സും വപുസ്സും ആത്മതപസ്സുമാണ് ഗുരു ബലി ചെയ്തത്. ആ മരുത്വാമലയിലെ സത്യസാക്ഷാത്കാരം നേടിയിട്ട് ഗുരു അങ്ങനെ രാത്രി ഇരിക്കുമ്പോഴത്തേക്ക് എന്തു ചെയ്യണം ഇനി എന്ന് അറിഞ്ഞൂടെ, വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് നിർവ്വാണം പ്രാപിക്കാം. അങ്ങനെയാണ് സന്യാസിമാര് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു കുഷ്ഠരോഗി ഈ ചെങ്കുത്തായ മല കയറി ആ രാത്രിയില് മുകളിലെത്തുന്നു. ഇയാളുടെ കൈവിരലുകൾ മുഴുവനും അറ്റുപോയതാണ് ഈ അസുഖം വന്നിട്ട്. കാലിലും ഒരു വിരലുമില്ല. അങ്ങനെയുള്ള ഒരാൾ മരുത്വാമല കയറുക എന്ന് പറയുന്നത് അത്ഭുതമാണ്, അതും രാത്രിയിൽ. ഈ രോഗി അവിടെ ചെന്നപ്പോ ഇയാളുടെ കയ്യില് ഒരു പാളയില് വറുത്ത അരിയും മറ്റൊരു പൂജയില് വെള്ളവും ഉണ്ടായിരുന്നു. ഇത് ഗുരുവിന് കൊടുക്കാൻ വരും. കാരണം വർഷങ്ങളോ മാസങ്ങളോ ഉള്ളതിന്റെ തപസ് അവസാനിപ്പിച്ച് ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന സമയമാണ്, ഗുഹയ്ക്ക് പുറത്തു വന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ രാത്രിയിൽ ഈ കുഷ്ഠരോഗി, ഈ കാലും കൈയും ഇല്ലാത്ത കുഷ്ഠരോഗി ഇത്രയും സാധനവുമായിട്ട് വരുന്നത് കണ്ടപ്പോഴേ ഗുരുവിന് മനസ്സിലായി, ഇത് വിധിയുടെ നിയോഗമാണ് ഈ വരുന്നത്. തന്റെ നിയോഗം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഈ അന്നം കൊടുത്ത്. അന്നം സ്വീകരിച്ചെന്നാൽ അതിന് മറുഭിക്ഷ കൊടുത്തേ പറ്റും. ഒരാളിൽ നിന്ന് അന്നം സ്വീകരിച്ചാൽ മറുഭിക്ഷ കൊടുത്തേ പറ്റും. അപ്പോ അന്നം തന്ന് ഗുരുവിൽ നിന്ന് ഈ ഭിക്ഷ തിരികെ ചോദിക്കുക. എന്താണ് ആവശ്യം? ഞങ്ങൾ ഇങ്ങനെ കുറെ പേർ താഴ്വരയിലുണ്ട്, രോഗം ബാധിച്ചും ദാരിദ്ര്യം കൊണ്ടും മദ്യം കുടിച്ചും മനുഷ്യജന്മം എന്താണെന്നറിയാൻ വയ്യാതെ ജനലക്ഷങ്ങൾ ഇതിന് താഴെയുണ്ട്. ഞങ്ങളെ രക്ഷിക്കില്ലേ? ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരില്ലേ? ഇതാണ് ഈ വരവിന്റെ ഉദ്ദേശം. ഭഗവാൻ ഇത് വാങ്ങി കഴിച്ചു. ഭഗവാൻ തീരുമാനിച്ചു. അതാണ് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഭഗവാൻ തന്നെ എഴുതിയിട്ടുണ്ട്. കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും കിടക്കുന്ന മർത്യർക്ക് ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നതിപ്പോൾ. ഈ താഴ്വരയില്, ഈ മലയുടെ താഴെ, ഈ ഭൂമിയില് ജനലക്ഷങ്ങൾ ദീനം പിടിച്ചും മദ്യം കുടിച്ചും രോഗബാധിതരായിട്ട് ദുരിത കടലിൽ കിടക്കുകയാണ്. നാം അറിഞ്ഞ സത്യം എന്ന് പറയുന്നത് ഇക്കാണുന്നതിലെല്ലാം നാം നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും പൂർണ്ണത കിട്ടാതെ നമുക്കെങ്ങനെ പൂർണ്ണത കിട്ടും? അപ്പോൾ ഇവരെ എല്ലാവരെയും പൂർണ്ണരാക്കി മോക്ഷപ്രാപ്തിക്ക് പ്രാപ്തരാക്കാതെ നമുക്ക് ഇനി പൂർണ്ണതയില്ല. ഗുരു അത് നിശ്ചയിച്ചിട്ട് എല്ലാവരെയും മോക്ഷദ്വാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വിശദമായ ഒരു ജീവിത പ്ലാനുമായിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. ആദ്യം കയറി പിടിച്ചത് നമ്മുടെ വിശ്വാസത്തിലാണ്, അതിനെ ശുദ്ധീകരിച്ചു. പിന്നെ കയറി പിടിച്ചത് നമ്മുടെ വിദ്യാഭ്യാസത്തിലാണ്, നമ്മുടെ അജ്ഞതയെ പരിഹരിച്ചു. പിന്നെ കയറി പിടിച്ചത് നമ്മുടെ ആചാരങ്ങളിലാണ്, അതിനെ പരിഷ്കരിച്ചു. നമ്മുടെ ശുചിത്വം, നമുക്ക് സംഘടനാബോധം, സംഘം ശരണം ഗച്ഛാമി. സംഘം കൊണ്ട് മാത്രമേ, സംഘടിത ബലം കൊണ്ട് മാത്രമേ സമൂഹത്തിന് പൊതുവായ നേട്ടമുണ്ടാവൂ, മേന്മയുണ്ടാവൂ. അപ്പോൾ സംഘടന തന്നു നമുക്ക്. നിങ്ങൾ ഒന്നിച്ച് കൃഷി ചെയ്യാനും ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട് കമ്പനി തുടങ്ങാനും ഭഗവാൻ പറഞ്ഞു. കാരണം സാമ്പത്തികമായി വളർന്നില്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ ആരും അംഗീകരിക്കില്ല. നമ്മൾ കുറെ അറിവ് നേടിയിട്ട് കച്ചത്തോടത്ത് കൊടുക്കുന്നതാണെന്നാൽ ഈ ലോകം നമ്മളെ പൂർണ്ണമായി അംഗീകരിക്കത്തില്ല. ഇതിനോടൊപ്പം എന്ത് വേണം? സാമ്പത്തിക വളർച്ച വേണം, വിദ്യാഭ്യാസ വളർച്ച വേണം, സാമ്പത്തിക വളർച്ച വേണം, സാംസ്കാരികമായ വളർച്ച വേണം. പിന്നെയോ നമ്മൾ ഈ ലോകത്ത് നിന്ന് അകന്നു പോകാൻ പാടില്ല. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നമുക്ക് മികവ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൈത്തൊഴിലുകള് 5 രൂപയോ 10 രൂപയോ 100 രൂപയോ സമ്പാദിക്കാവുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് ശാസ്ത്ര സാങ്കേതിക മേന്മ മികവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈത്തൊഴിലുകളിനെ പരിഷ്കരിച്ച് എന്ത് ചെയ്യുക? ലോകത്തെ വൻകിട സാമ്പത്തിക ശക്തി കൂടിയാവണം. അങ്ങനെ അംഗീകരിക്കപ്പെടൂ.
അയിത്തം കാണിക്കപ്പെട്ടവനോട് ഗുരു ആദ്യം പറഞ്ഞു, നീ കുളിച്ചിട്ട് പോകൂ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നീ കുളിക്കാത്തത് കൊണ്ടാണ് നിന്നെ മാറ്റി നിർത്തുന്നത്. നീ ഉള്ള വസ്ത്രം നന്നായി അടിച്ചു നനച്ച് വൃത്തിയാക്കിയിട്ട് അത് എടുത്തുകൊണ്ട് നടക്കൂ. വൃത്തിയുള്ളവനെ, ദുർഗന്ധം വരുത്താത്തവനെ ആരും അകറ്റി നിർത്തത്തില്ല, അവനെ അടുപ്പിക്കും. അങ്ങനെ നമ്മളെ ആദ്യം പുറമേ ശുദ്ധീകരിച്ചു, പിന്നെ നമ്മളെ ചിന്തകളെ ശുദ്ധീകരിച്ചു, നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിച്ചു, നമ്മുടെ അജ്ഞതയെ മാറ്റി നമ്മെ പൂർണ്ണ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ് ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നത്. ഇത് കേവലമായ ആത്മീയതയോ കേവലമായ ഭൗതികതയോ അല്ല. രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാതെ, രണ്ടിനെയും മാറ്റി നിർത്താതെ, വേർതിരിക്കാതെ ഒന്നിപ്പിച്ചുകൊണ്ട്, ഒരു ശരീരത്തിൽ എങ്ങനെയാണോ ശരീരവും ജീവനും ഒരുപോലെ പ്രവർത്തിക്കുന്നത്, അതുപോലെ ആത്മീയതയെയും ഭൗതികതയെയും ഒന്നിച്ചു ചേർത്ത് വെച്ചിട്ട് നമ്മുടെ പ്രസവം, നമ്മുടെ വിവാഹം, നമ്മുടെ മരണാനന്തരക്രിയ എല്ലാത്തിലും ഭഗവാൻ ഇടപെട്ടുകൊണ്ട് കറക്ഷൻ വരുത്തിയിട്ട് യുക്തിസഹമായ, ശാസ്ത്രീയമായ, ആചരിച്ചാൽ അനുദിനം മഹത്വമുണ്ടാകുന്ന ജീവിത ദർശനമാണ് ശ്രീനാരായണ ഗുരു തന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു മാനവ സമൂഹത്തിനും തള്ളിക്കളയാൻ സാധിക്കില്ല. ഏത് സമുദായം ഇത് എടുത്താലും, ഏത് സമുദായം ഇത് ആചരിച്ചാലും അവർക്ക് മേന്മയുണ്ടാവും. ഗുരു ഒരു സമുദായത്തെയും ഒരു മതക്കാരനെയും മതം മാറാനായിട്ട് പറഞ്ഞില്ല. ഒരു ഇസ്ലാം വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു വരുന്നു, ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കട്ടെ. ഭഗവാൻ പറഞ്ഞു, നിനക്ക് നിന്റെ മതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മെ സ്നേഹിക്കാമല്ലോ. ക്രിസ്ത്യാനിയായ PG ഈശോ പറഞ്ഞു, എനിക്ക് അങ്ങയോടുള്ള ബഹുമാനം കൊണ്ട്, അങ്ങയോടുള്ള ഭക്തി കൊണ്ട് എൻ്റെ ഹൃദയം കവരുന്നു, ഞാൻ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഗുരു പറഞ്ഞു, നീ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നിനക്ക് നമ്മെ പൂജിക്കാമല്ലോ, നമ്മെ പിന്തുടരാമല്ലോ. ഇങ്ങനെ പറഞ്ഞവര് വേറെ ആരുമില്ല. നമ്മൾ ഒരുപാട് ഋഷിമാരെ പറ്റി പറയുന്നുണ്ട്. മറ്റു മതങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഋഷിമാര് നമുക്കില്ലായിരുന്നു. ക്രിസ്തുവിനെ പരമേശ പവിത്ര പുത്രനോ എന്ന് അഭിസംബോധന ചെയ്ത ഏക ആള് ശ്രീനാരായണ ഗുരുദേവന. കരുണവാൻ മുത്തു നബിയോ, നബി മുത്തു രത്നമോ എന്ന് മുഹമ്മദ് നബിയെ വിളിച്ച ഒറ്റയാള് ശ്രീനാരായണ ഗുരുദേവന. അതുകൊണ്ട് ഗുരുദർശനം ലോകത്ത് ഒരിടത്തും അയിത്തം കൽപ്പിക്കേണ്ടതല്ല, ഒരിടത്തും മാറ്റി നിർത്തേണ്ടതല്ല, ഒരു ജാതിക്കാർക്കോ ഒരു സമുദായത്തിനോ മാത്രം അനുഷ്ഠിക്കേണ്ടതല്ല. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരമമായ ദർശനമാണ് ഇത് എന്ന് എല്ലാവരും ഓർത്തിരിക്കുക. എല്ലാവരും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുക. നമുക്ക് സ്വപ്നം കാണാൻ ചെറിയ സ്വപ്നങ്ങൾ പോരാ. നമ്മെ വേദം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങൾ പർവ്വതമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഹിമവാനേക്കാൾ ഒറ്റും കുറവാകരുത്. നിങ്ങളൊരു സൈനികനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദേവസേനാപതിയായ സുബ്രഹ്മണ്യനേക്കാൾ ഒട്ടും താഴെയാവാൻ പാടില്ല. നിങ്ങൾ ജലമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മഹാസമുദ്രത്തെക്കാൾ ഒട്ടും കുറയാൻ പാടില്ല. നമുക്ക് ലക്ഷ്യങ്ങൾക്ക് ചിറക് വയ്ക്കരുത്. ലക്ഷ്യങ്ങൾ എല്ലാത്തിനെയും കവർന്നുകൊണ്ട് മുകളിലേക്ക് പോകാനുള്ളതാണ്. നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തിയാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മുടെ മസിലുകളെ ഉരുക്കി ബലപ്പെടുത്തിയിട്ട് ചെറുപ്പക്കാരിങ്ങനെ നടക്കുന്നത് കാണാം. പക്ഷേ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കാമുകി ഒരു പണി തന്നിട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഇത്രയും ബിൽഡ് ചെയ്ത ശരീരം കൊണ്ടുപോയിട്ട് ഒരു ബ്ലേഡിൽ അവസാനിപ്പിക്കും. ശരീരത്തിന് ബലമുണ്ടായി, മനസ്സിന് ബലമുണ്ടായില്ല. മനസ്സിന് ബലമുള്ളവന് ശരീരത്തിന് ബലമില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ ലോകം അനുസരിക്കും. ശ്രീബുദ്ധൻ ഉണങ്ങി മെലിഞ്ഞ് വളരെ കൃശഗാത്രനായ ഒരാളാണ്. ശ്രീബുദ്ധൻ നടക്കുന്നത് ഒരു കാട്ടിലൂടെയാണ്. ആ കാട്ടിലെ പട്ടാപ്പകൽ പോലും എല്ലാവരും പേടിക്കുന്ന ഒരു രാക്ഷസനുണ്ട്, അങ്കുലിമാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ. അങ്കുലിമാലിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യരെ കൊന്നിട്ട് അവരുടെ വിരലെടുത്ത് മാലയുണ്ടാക്കിയിട്ട് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന പരിപാടിയാണ്, ഒരു ഹോബി. അപ്പൊ ഒരു മനുഷ്യനെ കണ്ടാൽ ഇവൻ നോക്കുന്നത് ഇവന്റെ 10 വിരലുകൂടി കിട്ടും എനിക്കെന്നാണ്. അപ്പോ ബുദ്ധനെ കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചു 10 വിരൽ വരുന്നുണ്ട്. നേരെ പറഞ്ഞു, ബുദ്ധനോട് പറഞ്ഞു, നിക്കവിടെ എന്ന് പറഞ്ഞു. ബുദ്ധൻ കേൾക്കുന്നേ ഇല്ല, നടക്കില്ല.
നിൽക്കാനല്ലേ പറഞ്ഞു. സാധാരണ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ബോധം കെട്ട് വീഴും. പിന്നെ കൊല്ലേണ്ടിന്നും വരത്തില്ല, മുറിച്ചെടുത്താൽ മതി. പിന്നെ കണ്ണ് കാണാൻ വയ്യ, നേരെ തറയെ വീണ് കിടക്കും. അപ്പൊ ഇതങ്ങനെയല്ലേ, മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ നിക്കവിടെ എന്ന് പറഞ്ഞിട്ടൊന്നും നിൽക്കുന്നില്ല, നടന്നു പോവാണ്. അപ്പൊ ഇയാൾ പിറകെ വാളുമായിട്ട് ഓടി. നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞത്? നേരെ മുന്നിൽ ചെന്നയാളി. നിൽക്കാൻ പറഞ്ഞ നിൽക്കില്ല നീ അല്ലേ? കുഞ്ഞെ, ഞാൻ നിൽക്കുകയാണ്, നീയാണ് ഓടുന്നത്. ശരി, അയാളാ പുറകെ ഓടി വന്നു. ഇത് സാമാന്യമായ അർത്ഥം. ഞാൻ എനിക്കുണ്ടായ സത്യബോധത്തിൽ സ്ഥിരനാണ്, ഞാൻ നിൽക്കുകയാണ്. നീയാണ് സത്യബോധമില്ലാതെ ആൾക്കാരുടെ പുറകെ ഓടി നടക്കുന്നത്. നിന്റെ ഏതോ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൊന്ന് ഗതിയില്ലാതെ ലക്കില്ലാതെ നീയാണ് ഓടി നടക്കുന്നത്. ഞാൻ എനിക്ക് ലഭിച്ച സത്യബോധത്തിൽ നിശ്ചലനായിട്ട് മോദസ്ഥിരനായി വസിപ്പൂ മല പോലെ ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റ വാക്ക് ഈ അങ്കുലിമാലിനെ അങ്ങ് തളർത്തിക്കളഞ്ഞു. വാക്കുകൊണ്ട് ഇതുവരെ ഇയാൾക്ക് കിട്ടിയിട്ടില്ല. ഇയാള് ബുദ്ധന്റെ ശിഷ്യനായി മാറി ഈ ഒരൊറ്റ വാക്കിൽ. അപ്പോ ബുദ്ധന് മസിലില്ലായിരുന്നു, പക്ഷേ എന്തുണ്ടായിരുന്നു? ആത്മബോധം ഉണ്ടായിരുന്നു. അതിൽ നിന്നുകൊണ്ട് വരുന്ന വാക്കിനെ തകർക്കാനായിട്ട് സാധിക്കില്ല. പണ്ട് വാഗ്ഭടാനന്ദ ഗുരു ശ്രീനാരായണ ഗുരുദേവനെ എതിർത്തുകൊണ്ടേയിരുന്നു. കാരണം ഗുരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത് അന്ധവിശ്വാസം വളർത്തുന്നതാണെന്നും പറഞ്ഞ് എതിർത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെങ്കിലും ഗുരുവിനെ കണ്ടിട്ട് ഇത് പറഞ്ഞ് തർക്കിക്കണമെന്നും പറഞ്ഞ് വാഗ്ഭടാനന്ദ ഗുരു നടക്കുകയാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു ഇരിക്കുന്ന ദിവസം വാഗ്ഭടാനന്ദൻ ആലുവയിൽ വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ശ്രീനാരായണ ഗുരു ഇരിപ്പുണ്ട്, എന്നാൽ ചെന്ന് ഇത് തർക്കിച്ച് സ്ഥാപിച്ചേക്കാമെന്ന് കരുതിയിട്ട് നേരെ അവിടെ ചെന്നു. അപ്പോൾ വാഗ്ഭടാനന്ദൻ വന്നത് ഗുരു അറിഞ്ഞു. അപ്പൊ ഗുരു കുളിക്കാൻ പോവുമായിരുന്നു. അപ്പൊ വാഗ്ഭടാനന്ദൻ ദേഷ്യപ്പെട്ടാ വന്നിരിക്കണം. വരുമ്പോഴേ തർക്കിച്ച് ഇതങ്ങ് സ്ഥാപിച്ചെടുക്കണമെന്നും പറഞ്ഞിങ്ങനെ വന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ. അന്ന് ഗുരു കുറച്ച് കൂടുതൽ കുളിച്ചു. കാരണം ഈ വന്നിരിക്കുന്ന ആളൊന്ന് തുള്ളി വിറച്ച് തീരണമല്ലോ. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ക്ഷമ കെട്ടു. ഇപ്പൊ ഒരു കസേര വലിച്ചിട്ട് അവിടെ അങ്ങ് ഇരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗുരു കുളിച്ച് പുതിയ മുണ്ടൊക്കെ കൊടുത്ത് വന്നു. വന്നപ്പോഴേ അങ്ങ് ചാടി ചെന്നിട്ട് പറഞ്ഞു, നാം താങ്കളുടെ അഭിപ്രായക്കാരനല്ല. ആഹാ, അതെന്താ ആവാത്തെ എന്ന് പറഞ്ഞ് വേണം തർക്കിക്കാം. ഗുരു പറഞ്ഞു, അതെയോ, നാം താങ്കളുടെ അഭിപ്രായക്കാരനാണ്. പിന്നെന്ത് പറയും? നാം താങ്കളുടെ അഭിപ്രായക്കാരനാണ്, പിന്നെ തർക്കമുണ്ടോ? പക്ഷെ ഗുരു എന്താ പറഞ്ഞത്? താങ്കളുടെ അഭിപ്രായക്കാരനല്ല എന്ന അഭിപ്രായം തന്നെയാണ് നമുക്കും. നേരെ വിപരീത പറഞ്ഞ, പക്ഷെ ഉപയോഗിച്ച വാക്ക് കൊണ്ട് ഇതിനെ അങ്ങ് പൊതിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പിന്നെ മിണ്ടാൻ വയ്യാണ്ടായി, സംസാരിക്കാൻ വയ്യാണ്ടായി. മനസ്സിലായോ? ആത്മബലത്തിന്റെ ആത്മപ്രകാശത്തിന്റെ ചില ലക്ഷണങ്ങളാണ്, ഉദാഹരണങ്ങളാണ്. അപ്പോ ആത്മാവിന് വേണ്ടിയിട്ടുള്ളത് കൂടി കൊടുക്കുക, അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവട്ടെ. ഭഗവാൻ ശ്രീനാരായണന്റെ നാമത്തിൽ അതിവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിങ്ങൾ വിളിച്ചതിന് നന്ദി, ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി. ഞാൻ അർഹിക്കുന്നതിന് അപ്പുറമാണെന്ന് എനിക്ക് തോന്നി നിങ്ങൾ തരുന്ന സ്നേഹത്തിന് നന്ദി. എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഒരു ദിവസം നൽകിയതിന് നന്ദി. എല്ലാ വിധത്തിലുമുള്ള കടപ്പാടും സ്നേഹവും ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അടുത്ത വർഷം ശിവഗിരി തീർത്ഥാടനത്തിന് ഇൻഡോർ ശ്രീനാരായണ സമാജം നിങ്ങളുടെ ബാനറിൽ വരണമെന്നാണ് എൻ്റെ എളിയ ആഗ്രഹം. നിങ്ങളത് സാധിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. 10 ദിവസത്തെ പഞ്ചശുദ്ധി വ്രതം എടുത്തിട്ട് നിങ്ങൾ വരിക. ഇപ്പോഴേ ലീവ് കൊടുക്കേണ്ടവരങ്ങ് കൊടുത്തേക്കുക. അത് നിങ്ങളെ ഒരുപാട് ഉണർത്തും. നിങ്ങളുടെ ഇവിടെ നടക്കാൻ പോകുന്ന മിഷനെ വലുതായിട്ട് സഹായിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്തേ.